എല്ലാവർക്കും നമസ്കാരം. ഡെൽറ്റ ലാൻഡ് മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെന്റ്സ് ആൻഡ് പീരിയോഡിസിറ്റി ഇൻ പ്രോപ്പർട്ടീസ് +1 കെമിസ്ട്രിയിലെ മൂന്നാമത്തെ ചാപ്റ്റർ ആയിരുന്നു ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ ചാപ്റ്ററിന്റെ ബാക്കി അതൊരു മൂന്നാമത്തെ ക്ലാസ് ആയിട്ട് വരും. ഇന്നത്തോടുകൂടി ഈ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ആക്കാം, നമുക്ക് വിശ്വസിക്കാം. ഓക്കെ, അപ്പം നമ്മൾ പീരിയോഡിക് ട്രെൻഡ്സിനെ കുറിച്ചായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത് അല്ലെ. ഫിസിക്കൽ പ്രോപ്പർട്ടീസിൽ ഉണ്ടാകുന്ന ട്രെൻഡ്സ് ഇൻ ഫിസിക്കൽ പ്രോപ്പർട്ടീസിൽ അതിൽ അറ്റോമിക് റേഡിയസും അതുപോലെ തന്നെ നമ്മൾ അയനൈസേഷൻ, എൻതാൽപ്പി, അയണിക് റേഡിയസ്, ഇത്രയും കാര്യങ്ങളായിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത്. അതായത് ഒരു പീരിയോഡിക് ടേബിളിൽ ഒരു ഗ്രൂപ്പിലും പീരീഡിലും എങ്ങനെയാണ് അയണിക് റേഡിയസ്, അറ്റോമിക് റേഡിയസ്, അയനൈസേഷൻ, എൻതാൽപ്പി ഇതൊക്കെ ചേഞ്ച് ചെയ്യുന്നത്, അതിന്റെ പാറ്റേണും അതിന്റെ ട്രെൻഡ്സ് എന്തൊക്കെയാണെന്നായിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തത്. അടുത്തത് ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക്കാണ് ഇലക്ട്രോൺ ആർജിത എൻതാൽപ്പി അല്ലെങ്കിൽ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി. ഓക്കെ, അത് എങ്ങനെയാണ് ഒരു പീരീഡിൽ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിൽ ചേഞ്ച് ആവുന്നത് എന്നുള്ളതാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ഒരു നിർവീര്യമായ വാതക ആറ്റത്തിലേക്ക് ഒരു ഇലക്ട്രോൺ ചേർത്ത് അതിനെ ഒരു നെഗറ്റീവ് അയോണാക്കി മാറ്റുന്ന പ്രവർത്തനവുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന എൻതാൽപ്പി വ്യതിയാനത്തെയാണ് ഇലക്ട്രോൺ ആർജിത എൻതാൽപ്പി എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി എന്ന് പറയുന്നത്? എന്താണ്? ഒരു ന്യൂട്രൽ ആയിട്ട് നിൽക്കുന്ന ഒരു ആറ്റം, ഒരു ഗേഷ്യസ് ആയിട്ടുള്ള വാതക ആറ്റമാണ്. ന്യൂട്രൽ ആയിട്ട് നിൽക്കുന്ന എക്സ് എന്ന് പറയുന്ന ഒരു ആറ്റത്തിലോട്ട് നമുക്കൊരു എക്സ്ട്രാ ഇലക്ട്രോണിനെ എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം അല്ലെ. എക്സ്ട്രാ ഇലക്ട്രോണിനെ ആഡ് ചെയ്യുമ്പോൾ അതെന്തായി? നെഗറ്റീവ് ചാർജ്ഡ് അയോണായി, ഒരു ആനയോണായി മാറി. അപ്പൊ ഈ ഒരു ന്യൂട്രൽ ആയിട്ടുള്ള ഗേഷ്യസ് ആറ്റത്തിനെ ആനയോൺ ആക്കി മാറ്റുന്ന ആ ഒരു പ്രവർത്തനം, ആ ഒരു റിയാക്ഷനുമായിട്ട് ബന്ധപ്പെട്ടുണ്ടാകുന്ന എൻതാൽപ്പി ചേഞ്ചിനെയാണ് നമ്മൾ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി എന്ന് വിളിക്കുന്നത്. ഓക്കെ, സോ അപ്പം അതിനൊരു സമവാക്യ രൂപത്തിൽ അല്ലെങ്കിൽ ഒരു ഇക്വേഷന്റെ രൂപത്തിൽ അവിടെ കൊടുത്തിട്ടുണ്ട്. എന്താണ്? എക്സ് പ്ലസ് ഇലക്ട്രോൺ ഇ മൈനസ്, അതാണ് ഇലക്ട്രോണിന് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇ മൈനസ് എന്താണ് നമുക്ക് വരുന്നത്? എക്സ് മൈനസ് ആണ്. ഓക്കെ, ഒരു ഇലക്ട്രോണിനെ സ്വീകരിച്ചു കഴിഞ്ഞാൽ അതെന്താണ്? ഒരു ആനയോൺ ആയി മാറും അല്ലെങ്കിൽ നെഗറ്റീവ്ലി ചാർജ്ഡ് അയോൺ ആയിട്ട് മാറും. അപ്പൊ എന്താണ്? അതിനൊരു നെഗറ്റീവ് ചാർജ് നമ്മൾ കൊടുക്കും. ഇതൊക്കെ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ് ഇതിനു മുമ്പേ. ഓക്കെ, സോ അപ്പൊ ഈ സമവാക്യത്തിൽ സൂചിപ്പിക്കുന്നത് പോലെ ഒരു ആറ്റം ഇലക്ട്രോണിനെ ചേർത്ത് ഒരു ആനയോൺ ആയി മാറാനുള്ള അനായാസ്യതയെ കാണിക്കുന്ന ഒരു തോതാണ് ഇലക്ട്രോൺ ആർജിത എൻതാൽപ്പി. അല്ലെ, അപ്പൊ അതിന് എത്രത്തോളം അനായാസമായിട്ട് ഒരു ആനയോൺ ആയി മാറാം ഒരു ന്യൂട്രൽ ആറ്റത്തിന്, ആ അനായാസതയാണ് നമ്മളത്, ആ ഈസിനെസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇലക്ട്രോൺ ആർജിത എൻതാൽപ്പി അല്ലെങ്കിൽ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായല്ലോ. മറ്റേത് ഇലക്ട്രോണിനെ നമുക്ക് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തായിരുന്നു? അത് അയണൈസേഷൻ എൻതാൽപ്പി, അയനീകരണ എൻതാൽപ്പിയും, അതുപോലെ ഇലക്ട്രോണിനെ ആഡ് ചെയ്യാനാണെങ്കിൽ അതെന്താണ്? ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പിയാണ്. ഓക്കെ, രണ്ടും തമ്മിൽ തിരിഞ്ഞു പോകരുത്. ഓക്കെ, അപ്പോൾ ഒരു മൂലകത്തെ സംബന്ധിച്ച് ഒരു ആറ്റം ഇലക്ട്രോണിനെ ചേർക്കുന്ന പ്രവർത്തനം താപമോചകമോ താപശോഷകമോ ആകാം. എന്താണ്? താപമോചകം അല്ലെങ്കിൽ താപശോഷകം. എന്താണ്? എക്സോതെർമിക് അല്ലെങ്കിൽ എൻഡോതെർമിക് ആകാം. എക്സോതെർമിക് എന്ന് പറഞ്ഞാൽ എന്താ? എനർജി റിലീസ് ചെയ്യുന്ന ഒരു പ്രോസസ് ആയിരിക്കും. എൻഡോതെർമിക് എന്ന് പറഞ്ഞാൽ എന്താണ്? എനർജി അബ്സോർബ് ചെയ്യുന്ന ഒരു പ്രോസസ് ആയിരിക്കും. അപ്പൊ ഈ ഇലക്ട്രോണിനെ ചേർത്ത് വെക്കുന്ന പ്രോസസ് എന്താണ്? ഒന്നെങ്കിൽ എക്സോതെർമിക് ആകാം അല്ലെങ്കിൽ എന്താണ്? എൻഡോതെർമിക്കും ആകാം. സോ മിക്കവാറും മൂലകങ്ങൾക്ക് ഇലക്ട്രോൺ ചേർക്കുമ്പോൾ ഊർജം ഉത്സർജിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പം മിക്ക എലമെന്റ്സും നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഒരു ഇലക്ട്രോൺ ആ ആറ്റത്തിലോട്ട് ആഡ് ചെയ്യുന്ന സമയത്ത് എന്താണ്? ആ പ്രോസസ് എന്ന് പറയുന്നത് എന്താണ്? എക്സോതെർമിക് ആയിരിക്കും ഉണ്ടാകുന്നത്. അതായത് എനർജി റിലീസ് ചെയ്യുകയായിരിക്കും. ഊർജം ഉത്സർജിക്കുക എന്ന് പറഞ്ഞാൽ എനർജി റിലീസ് ചെയ്യുകയായിരിക്കും മിക്ക എലമെന്റ്സിനും ഉണ്ടാകുന്നത്. ഓക്കെ, സോ അതുകൊണ്ട് ഇലക്ട്രോൺ ആർജിത എൻതാൽപ്പി നെഗറ്റീവ് ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇലക്ട്രോൺ ആർജിത എൻതാൽപ്പി എന്താണ്? മോസ്റ്റ് ഓഫ് ദ എലമെന്റ്സിനും നെഗറ്റീവ് ആയിരിക്കും. കാരണം അവരുടെ ഈ ഒരു ഇലക്ട്രോണിനെ ചേർത്ത് പിടിക്കുന്ന ആ ഒരു റിയാക്ഷനിൽ അവർക്ക് എന്താണ്? എനർജി റിലീസ് ആയിരിക്കും നടക്കുന്നത്. സോ ഇലക്ട്രോൺ ആർജിത എൻതാൽപ്പി എന്ന് പറയുന്നത് എന്തായിരിക്കും? നെഗറ്റീവ് വാല്യൂ ആയിരിക്കും അവർക്ക് ഉണ്ടാകുന്നത്. അതിന്റെ ഒരു ഉദാഹരണം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതായത് 17ാം ഗ്രൂപ്പ് മൂലകങ്ങൾ അല്ലെ, നമ്മുടെ ഹാലജൻസ്, ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ. അപ്പൊ അവർക്ക് എന്താണ്? വളരെ കൂടിയ ഇലക്ട്രോൺ ആർജിത എൻതാൽപ്പിയാണുള്ളത്, കൂടിയ നെഗറ്റീവ് ഇലക്ട്രോൺ ആർജിത എൻതാൽപ്പി. അപ്പൊ ഇവരുടെ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി നെഗറ്റീവ് ആണ്, അതുപോലെ വെരി ഹൈ വാല്യൂ ആണ്. അതിന്റെ കാരണം എന്താണ്? ഈ 17ാം ഗ്രൂപ്പ് മൂലകങ്ങളെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇവർക്ക് എന്താണ്? ഒരൊറ്റ ഇലക്ട്രോൺ ഇവയോടുകൂടി ചേർത്താൽ ഇവരെന്താവും? നോബിൾ ഗ്യാസ് സ്റ്റേബിൾ കോൺഫിഗറേഷനിലോട്ട് ഇവർ മാറും. അതായത് ഉത്കൃഷ്ട വാതകങ്ങളുടെ ഇലക്ട്രോൺ വിന്യാസം ഇവർക്ക് എന്താണ്? സ്വീകരിക്കാൻ കഴിയുന്നു അല്ലെ. ഒരു ഇലക്ട്രോൺ അവർക്ക് കിട്ടുന്നതിലൂടെ അവർക്ക് എന്താണ്? നോബിൾ ഗ്യാസിന്റെ കോൺഫിഗറേഷൻ ആവും, വിച്ച് ഇസ് ഹൈലി സ്റ്റേബിൾ. കാരണം എന്താണ്? കംപ്ലീറ്റ്ലി ഫിൽഡ് ആയിട്ടുള്ള ഷെൽസ് ആണ് അവർക്കുള്ളത് അല്ലെ. അപ്പൊ അതുകൊണ്ട്
എന്താണ് കാരണം ഇവരുടെ ഇവരുടെ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി എന്താണ് നെഗറ്റീവുമാണ്, വളരെ കൂടിയ വാല്യൂ ആണ്. സോ ഇത് കാരണം ഒരു ഇലക്ട്രോണിനെ ചേർത്തുകൊണ്ട് അവയ്ക്ക് ഉത്കൃഷ്ട വാതകങ്ങളുടെ ഇലക്ട്രോൺ വിന്യാസം സ്വീകരിക്കാൻ കഴിയുന്നു. സോ ഇതിന് വിപരീതമായി ഉത്കൃഷ്ട വാതകങ്ങൾക്ക് ഉയർന്ന പോസിറ്റീവ് ഇലക്ട്രോൺ ആർജിത എൻതാൽപ്പിയാണുള്ളത്. അപ്പൊ അത് നോട്ട് ചെയ്തോളുക. അപ്പൊ നമ്മളിപ്പോ പറയുന്നത് നമ്മുടെ പീരിയോഡിക് ടേബിളിലെ വലത്തെ അറ്റത്തുള്ള, അതായത് റൈറ്റ് സൈഡിലുള്ള എലമെന്റ്സിന്റെ കാര്യങ്ങളാണ്. 17ാമത്തെ ഗ്രൂപ്പിനെ കുറിച്ച് പറഞ്ഞു. അവർക്ക് എന്താണ് ഹൈലി നെഗറ്റീവ് വാല്യൂ ആണ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി. പക്ഷേ അവരുടെ തൊട്ടപ്പുറം കിടക്കുന്ന നോബിൾ ഗ്യാസസ് 18ാം ഗ്രൂപ്പിൽപ്പെട്ട ആൾക്കാർക്ക് പോസിറ്റീവ് വാല്യൂ ആണ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി. അതെന്തായിരിക്കും കാരണം? നിങ്ങൾക്ക് അറിയാം, നമ്മളിപ്പോ പറഞ്ഞത് തന്നെ. അവർക്ക് എന്താണ് കംപ്ലീറ്റ്ലി ഫിൽഡ് ആയിട്ടുള്ള ഇലക്ട്രോൺ കോൺഫിഗറേഷൻ ആണ്, അല്ലെ? അവരുടെ ഓർബിറ്റൽസ് കംപ്ലീറ്റ്ലി ഫിൽഡ് ആണ്. അപ്പൊ നമ്മൾ അവയോടുകൂടി ഒരു ഇലക്ട്രോൺ ആഡ് ചെയ്യണമെങ്കിൽ അവരെന്താണ് നെക്സ്റ്റ് ഹയർ പ്രിൻസിപ്പൽ ക്വാണ്ടം സ്റ്റേറ്റിലോട്ടായിരിക്കും അവർ പോകുന്നത്, അല്ലെ? ഫോർ എക്സാമ്പിൾ നമ്മളിപ്പം ഒരു ഏതെങ്കിലും ഒരു നോബിൾ ഗ്യാസ് കൺസിഡർ ചെയ്യുക. ഫോർ എക്സാമ്പിൾ നിയോൺ കൺസിഡർ ചെയ്യുക. അവരുടെ കോൺഫിഗറേഷൻ എന്താണ്? ഔട്ടർ മോസ്റ്റ് ഷെല്ലിലെ NS2S2 2p6 ആണ്. അടുത്ത നമ്മളൊരു ഇലക്ട്രോൺ ആഡ് ചെയ്യുമ്പോഴത്തേക്കും അതെന്താ 3s പോകുന്നത്, അല്ലെ? 3 എന്ന് പറയുന്ന അടുത്ത എനർജി ലെവലിലോട്ടാണ് പോകുന്നത്. അതുകൊണ്ടാണ് ഇവരുടെ നോബിൾ ഗ്യാസസിന്റെ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി എന്ന് പറയുന്നത് വളരെ ഉയർന്ന പോസിറ്റീവ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി ആണത്. ഓക്കെ, സോ നോക്കാം. കാരണം ഇലക്ട്രോൺ പ്രവേശിക്കേണ്ടി വരുന്നത് അടുത്ത ഉയർന്ന ക്വാണ്ടം നിലയിലേക്കാണ്. നമ്മളിപ്പോൾ പറഞ്ഞ പോലെ നെക്സ്റ്റ് ഹയർ ക്വാണ്ടം സ്റ്റേറ്റിലോട്ടാണെന്ന് പറയുന്നത് ഇലക്ട്രോൺസ് എൻ്റർ ചെയ്യുന്നത്. ഓക്കെ, ഇത് വളരെ അസ്ഥിരമായ ഒരു ഇലക്ട്രോൺ വിന്യാസത്തിന് വഴിതെളിക്കുന്നു. ഇലക്ട്രോൺ ആർജിത എൻതാൽപ്പിക്ക് ഏറ്റവും ഉയർന്ന നെഗറ്റീവ് വിലകൾ വരുന്നത് ആവർത്തന പട്ടികയുടെ വലത് മുകൾ ഭാഗത്ത് ഉത്കൃഷ്ട വാതകങ്ങൾക്ക് തൊട്ടു മുൻപായിട്ടാണ് എന്നത് ശ്രദ്ധിക്കുമല്ലോ. അപ്പൊ എന്താണ്? വലതുവശത്തെ മുകൾ ഭാഗത്ത് വലതുവശത്തായിട്ടാണ് അവർക്ക് എന്താണ് ഉയർന്ന നെഗറ്റീവ് വാല്യൂ ഉണ്ടാവുന്നത്. വലതുവശത്തെ മുകൾ ഭാഗത്തായിട്ട് കാണുന്ന എലമെന്റ്സിനാണ് ഉയർന്ന നെഗറ്റീവ് വാല്യൂ ഉള്ള ഇലക്ട്രോൺ ആർജിത എൻതാൽപ്പി ഉള്ളത്. സോ അതെന്താണ്? ഉത്കൃഷ്ട വാതകങ്ങൾക്ക് തൊട്ടു മുൻപ് വരെ, അല്ല, നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾ ആ ഒരു പീരിയോഡിക് ടേബിളിന്റെ ഒരു ചിത്രം നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം. ഓക്കെ, അപ്പൊ ഹാലജൻസ് വരെ ഇവർക്ക് ഉയർന്ന നെഗറ്റീവ് ആയിട്ടുള്ള ഇലക്ട്രോൺ ആർജിത എൻതാൽപ്പി ആയിരിക്കും. പക്ഷെ നമ്മുടെ നോബിൾ ഗ്യാസസിലോട്ട് വരുമ്പോഴത്തേക്കും അതെന്താണ്? പോസിറ്റീവ് വാല്യൂ ആയിട്ട് മാറുന്നു. കാരണം അവരെന്താണ്? അവർക്ക് സ്റ്റേബിൾ ആയിട്ടുള്ള ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണ് ഉണ്ടാകുന്നത്. അവയോടുകൂടി നമ്മളൊരു ഇലക്ട്രോൺ ആഡ് ചെയ്താൽ അവർക്ക് എന്താണ്? അൺസ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആയി പോവും, അല്ലെ? അപ്പം അതാണ് അവർക്ക് പോസിറ്റീവ് ആയിട്ടുള്ള ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി. അപ്പൊ അത് ഓർത്തിരിക്കാമല്ലോ. ഓക്കെ, അടുത്ത് നോക്കിക്കേ. ഇലക്ട്രോൺ ആർജിത എൻതാൽപ്പിയുടെ വ്യതിയാനങ്ങൾ അയോണീകരണ എൻതാൽപ്പിയുടേത് പോലെ അത്ര ക്രമമായിട്ടല്ല, അല്ലെ? അപ്പൊ അയനീകരണ എൻതാൽപ്പിയുടെ കാര്യം നമ്മൾ പറഞ്ഞു. എന്താണ്? ഇടത്തു നിന്ന് വലത്തോട്ട് ഒരു പീരീഡിലോട്ട് പോകുമ്പോഴത്തേക്കും അയനൈസേഷൻ എൻതാൽപ്പി എന്ത് ചെയ്യുന്നു? കൂടുന്നു. മുകളിൽ നിന്ന് താഴോട്ട് വരുമ്പോഴത്തേക്കും ഒരു ഗ്രൂപ്പിൽ അയനൈസേഷൻ എൻതാൽപ്പി എന്ത് ചെയ്യുന്നു? കുറയുന്നു. അപ്പൊ ഇതെന്താണ്? ഒരു ക്രമമായിട്ടാണ് നടക്കുന്നത്. പക്ഷെ ഇതുപോലെ ആയിരിക്കത്തില്ല നമ്മുടെ ഇലക്ട്രോൺ ആർജിത എൻതാൽപ്പിയുടെ കാര്യം. എന്താ നോക്കാം. പൊതുവെ പറഞ്ഞാൽ, അതായത് ജനറൽ ആയിട്ട് നമ്മൾ പറയാണ്, ഒരു പീരീഡിലുടനീളം ഇലക്ട്രോൺ ആർജിത ഊർജം അറ്റോമിക സംഖ്യ കൂടുന്നതിനനുസരിച്ച് കൂടുതൽ നെഗറ്റീവ് ആകുന്നു, അല്ലെ? അപ്പൊ ഒരു പീരീഡിൽ എടുത്താൽ അവിടെ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി എന്ന് പറയുന്നത് അറ്റോമിക് നമ്പർ ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് കൂടുതൽ നെഗറ്റീവ് ആയിട്ടാണ് വരുന്നത്. ഓക്കെ, അപ്പൊ എന്താണ്? സഫല ന്യൂക്ലിയർ ചാർജ് ഒരു പീരീഡിൽ ഇടത്ത് നിന്ന് വലത്തോട്ട് പോകും തോറും കൂടുന്നു, അല്ലെ? നമുക്കറിയാം എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് എന്ന് പറയുന്നത് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് പോകുമ്പോഴത്തേക്കും എന്താണ്? ഇൻക്രീസ് ചെയ്യാണ്. അതിനനുസരിച്ച് ഒരു ചെറിയ ആറ്റത്തിലേക്ക് ഇലക്ട്രോണിനെ ചേർക്കാൻ എളുപ്പമാകുന്നു. സോ ചേർക്കപ്പെടുന്ന ഇലക്ട്രോൺ പോസിറ്റീവ് ചാർജുള്ള ന്യൂക്ലിയസിനോട് കൂടുതൽ അടുത്തായതാണ് ഇതിന് കാരണം. എന്നാൽ അപ്പം എന്താണ് നമ്മൾ പറയുന്നത്? ഒരു പീരീഡിലെ കാര്യമാണ് പറയുന്നത്. ഇടത്ത് നിന്ന് വലത്തോട്ട് പോകുമ്പോഴത്തേക്കും അറ്റോമിക് നമ്പർ ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് ന്യൂക്ലിയർ ചാർജും ഇൻക്രീസ് ചെയ്യുന്നു. അപ്പൊ നമ്മൾ പെട്ടെന്ന് ഒരു ഇലക്ട്രോണിനെ അതിനകത്തോട്ട് ആഡ് ചെയ്താൽ എന്താണ്? ആ ഇലക്ട്രോണിനെ എന്താണ്? ഈ ന്യൂക്ലിയർ ചാർജ് ടൈറ്റ്ലി ബൗണ്ട് ചെയ്ത് അവിടെ നിർത്തിക്കോളും. കാരണം അവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് വളരെ കുറവാണ്, അല്ലെങ്കിൽ എന്താണ് അവര് കുറച്ചുകൂടെ അടുത്താണ്. ഇലക്ട്രോൺ എന്ന് പറഞ്ഞ ന്യൂക്ലിയസിനോട് അടുത്തായിരിക്കും ഉണ്ടാവുന്നത്. പക്ഷേ ഇനി ഒരു ഗ്രൂപ്പിലെ കാര്യം പറയാം. എന്നാൽ ഒരു ഗ്രൂപ്പിൽ മുകളിൽ നിന്ന് താഴോട്ട് വരും തോറും ആറ്റത്തിന്റെ വലുപ്പം എന്താണ്? കൂടിക്കൂടിയാണ് വരുന്നത്. അതുകൊണ്ട് പുതിയൊരു ഇലക്ട്രോൺ നമ്മൾ
ആറ്റത്തിലോട്ട് ചേർത്താലും ഈ ഇലക്ട്രോൺ എന്താണ് ന്യൂക്ലിയസിൽ നിന്ന് വളരെ അകലെ ആയിരിക്കും അല്ലെ. അപ്പം എന്താണ് പിരീഡിലെ കേസിൽ ഒരു ഇലക്ട്രോൺ നമ്മൾ ആഡ് ചെയ്യുമ്പം അത് ന്യൂക്ലിയസിന് അടുത്തായതുകൊണ്ട് അവരെ ഫേംലി ബൗണ്ട് ചെയ്ത് നിർത്തും. അപ്പൊ അവരുടെ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി ഹൈലി നെഗറ്റീവ് ആണ്. അതേസമയത്ത് ഗ്രൂപ്പിൽ മുകളിൽ നിന്ന് താഴോട്ട് വരുന്നതോറും എന്താണ് ഇവര് എവേ ഫ്രം ദ ന്യൂക്ലിയസ് ആയിരിക്കും ഉണ്ടാവുന്നത്. അപ്പൊ എന്താ പറ്റുന്നത്, അവരുടെ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി എന്താണ് ലെസ് നെഗറ്റീവ് ആയിട്ട് മാറും. സോ അതുകൊണ്ട് ഇലക്ട്രോൺ ആർജിത എൻതാൽപ്പി ഗ്രൂപ്പിൽ മുകളിൽ നിന്ന് താഴേക്ക് വരുംതോറും കുറഞ്ഞ നെഗറ്റീവ് മൂല്യമായി മാറുന്നു അല്ലെ, ലെസ് നെഗറ്റീവ് വാല്യൂ ആയിട്ട് മാറുന്നു. നെഗറ്റീവ് വാല്യൂ ആണ് പക്ഷെ ലെസർ നെഗറ്റീവ് വാല്യൂസ് ആയിട്ട് മാറുന്നു. ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് പോകുമ്പോൾ മോർ നെഗറ്റീവ് ആയിട്ട് മാറുന്നു. സോ ഇതാണ് പൊതുവായിട്ടുള്ള ഒരു പ്രവണത. ഇനി ഇവിടെ എന്താണ് കുറച്ച് അനോമലീസ് ഒക്കെ ഉണ്ട്, കുറച്ച് വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. എന്തൊക്കെയാ നോക്കാം, നോക്കിക്കോ. എന്നിരുന്നാലും ഓക്സിജന്റെയും ഫ്ലൂറിന്റെയും നെഗറ്റീവ് ഇലക്ട്രോൺ ആർജിത എൻതാൽപ്പി തൊട്ടടുത്ത മൂലകത്തിനേക്കാൾ കുറവാണ്. അതായത് സൾഫർ, ക്ലോറിന്. അപ്പൊ എന്താ പറയുന്നത്, ഓക്സിജനും ഫ്ലൂറിനും എടുത്താൽ ഒരു ഗ്രൂപ്പിലെ ഓക്സിജന്റെയും ഫ്ലൂറിന്റെയും ഗ്രൂപ്പ് എടുത്താൽ അവരുടെ തൊട്ടടുത്ത മൂലകം ആയിട്ടുള്ള ഓക്സിജന്റെ സൾഫറും ഫ്ലൂറിന്റെ ക്ലോറിനും നെക്സ്റ്റ് പീരീഡിലുള്ള ആൾക്കാർ, അതായത് ഒരു ഗ്രൂപ്പ് എടുക്കുമ്പോൾ അവരുടെ തൊട്ട് താഴെ കിടക്കുന്ന ആൾക്കാരെ കാട്ടിലും എന്താണ് അവരുടെ ഇലക്ട്രോൺ ആർജിത എൻതാൽപ്പി കുറവാണ്. അപ്പൊ ഇതിന് കാരണം എന്താണ്, പക്ഷെ നമ്മൾ കുറവാണ് പക്ഷെ താഴോട്ട് വരുന്തോറും ലെസ് നെഗറ്റീവ് ആയിട്ടാണ് വരേണ്ടത് അല്ലെ. നമ്മൾ ഒരു ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ നമ്മൾ പറഞ്ഞ ട്രെൻഡ് അനുസരിച്ച് താഴോട്ട് വരുന്തോറും ലെസ് നെഗറ്റീവ് ആയിട്ടാണ് വരേണ്ടത്. പക്ഷെ ഇവിടെ നോക്കുവാണെങ്കിൽ ഇവിടെ ഫ്ലൂറിനെക്കാട്ടിലും എന്താണ് ക്ലോറിന് കൂടുതലാണ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി എന്ന് പറയുന്നത്, മോർ നെഗറ്റീവ് ആയിട്ടാണ് വരുന്നത്. ഫ്ലൂറിന് എന്താണ് ക്ലോറിനെ സംബന്ധിച്ചിടത്തോളം ലെസ് നെഗറ്റീവ് ആയിട്ട് വരുന്നു. സോ അപ്പൊ ഇത് ഈ ഒരു അനോമലി, ഇതിന്റെ കാരണം എന്താണ്, ഒരു ഇലക്ട്രോൺ ചേർക്കപ്പെടുമ്പോൾ ഇത് പ്രവേശിക്കുന്നത് താഴ്ന്ന ക്വാണ്ടം നിലയിലേക്കാണ്. അതായത് n=2. ഇത് അതേ നിലയിലുള്ള മറ്റ് ഇലക്ട്രോണുകളിൽ നിന്നുള്ള കൂടിയ വികർഷണ ബലത്തിന് കാരണമാകുന്നു. ഇനി n=3 എന്ന ക്വാണ്ടം നിലയിലേക്ക് ചേർക്കപ്പെടുന്ന ഇലക്ട്രോൺ കൂടുതൽ വിസ്തൃതമായ മേഖലയിൽ സ്ഥിതി ചെയ്യുന്നത് കൊണ്ട് ഇലക്ട്രോൺ വികർഷണം വളരെ കുറവായിരിക്കും. ഇത് വളരെ സിമ്പിൾ ആണ്. അതായത് ഫ്ലൂറിനും ക്ലോറിനും നമ്മൾ കമ്പയർ ചെയ്താൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന റിസൾട്ടിൽ ഫ്ലൂറിൻ ആണ് എന്തെന്ന് പറയുന്നത് മോർ നെഗറ്റീവ്. പക്ഷെ ഇവിടെ നോക്കുമ്പോൾ എന്താണ്, ഫ്ലൂറിൻ ലെസ് നെഗറ്റീവ് ആണ് അല്ലെ, ലെസ് നെഗറ്റീവ് അയനൈസേഷൻ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി ആണ്. ഇതിന്റെ കാരണം എന്താണ്, ഫ്ലൂറിനിലോട്ട് നമ്മൾ ഒരു ഇലക്ട്രോൺ ആഡ് ചെയ്യുവാണെങ്കിൽ അത് ഏത് സ്റ്റേറ്റിലോട്ടായിരിക്കും പോകുന്നത്, ഫ്ലൂറിന്റെ കോൺഫിഗറേഷൻ എടുത്താൽ നിങ്ങൾക്ക് മനസ്സിലാകും. ഇറ്റ് വിൽ ബി 2s2 2p5 ആണ് ഫ്ലൂറിന്റെ കോൺഫിഗറേഷൻ അല്ലെ, 2s2 2p5. അപ്പം ഒരു ഇലക്ട്രോൺ ആഡ് ചെയ്താൽ എന്താണ്, ഈ 2p-ലോട്ടായിരിക്കും ആ ഇലക്ട്രോൺ പോകുന്നത്, അല്ലെങ്കിൽ സെക്കൻഡ് എനർജി ലെവലിലോട്ടായിരിക്കും ഇലക്ട്രോൺ പോകുന്നത്. അതേസമയത്ത് ക്ലോറിൻ കൺസിഡർ ചെയ്യാം. ക്ലോറിന്റെ കേസിൽ 3s2 3p5 ആണുള്ളത്. അതായത് ഒരു ഇലക്ട്രോൺ ആഡ് ചെയ്യുമ്പോഴത്തേക്കും എന്താണ് 3p-ലോട്ടാണ് പോകുന്നത് അല്ലെ. അപ്പം ഈ 2s2 അല്ലെങ്കിൽ സെക്കൻഡ് n=2 എന്ന് പറയുന്ന ക്വാണ്ടം ലെവലിൽ ഈ ഇലക്ട്രോൺസ് തമ്മിൽ എന്താണ് കൂടിയ റിപ്പൽഷൻ ആയിരിക്കും ഉണ്ടാകുന്നത്. ഇലക്ട്രോൺസ് കുറച്ചുകൂടെ അടുത്തടുത്തായിരിക്കും ഇരിക്കുന്നത്. അപ്പൊ അവർക്ക് എന്താണ് കൂടുതൽ റിപ്പൽഷൻ ഉണ്ടാകുന്നു. പക്ഷെ n=3 എന്ന് പറയുന്ന ലെവലിലോട്ട് പോകുമ്പോൾ ഇലക്ട്രോൺസ് എന്താണ് അവർക്ക് കുറച്ചുകൂടെ വിസ്തൃതമായിട്ടാണ് അവരിയ്ക്കുന്നത്, അല്ലെങ്കിൽ അവർക്ക് ഇടയിൽ കുറച്ചുകൂടെ സ്പേസ് ഉണ്ട് അല്ലെ. അതുകൊണ്ട് അവരുടെ ഇടയിലുള്ള റിപ്പൽഷൻ എന്തായിരിക്കും, കുറവായിരിക്കും. സോ ഫ്ലൂറിന്റെ കേസിൽ ഈ ആഡ് ചെയ്യപ്പെടുന്ന ഇലക്ട്രോൺസ് എന്താണ് ബാക്കി ആ n=2 എന്ന് പറയുന്ന എനർജി ലെവലിൽ ഇരിക്കുമ്പോൾ അവർക്കിടയിലുള്ള റിപ്പൽഷൻ വളരെ കൂടുതലായതുകൊണ്ടാണ് ഈ ഇലക്ട്രോ ഗെയിൻ എൻതാൽപ്പി അല്ലെങ്കിൽ ഇലക്ട്രോൺ ആർജിത എൻതാൽപ്പി അവർക്ക് എന്താണ് കുറവാണ് ക്ലോറിനെക്കാട്ടിലും. ഇത് തന്നെയാണ് നമ്മൾ ഓക്സിജനും സൾഫറിനും സെയിം കാര്യം തന്നെ പറയാം. n=2 ആണ് ഓക്സിജൻ എങ്കിൽ n=3 ആണ് സൾഫറിന്റെ കേസ് വരുന്നത്. ഓക്കെ, അപ്പൊ ഇതെന്താണ് ഒരു എക്സെപ്ഷണൽ കേസാണ്. നമ്മൾ ജനറൽ ആയിട്ട് എങ്ങനെയാണ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി ചേഞ്ച് ചെയ്യുന്നതെന്ന് പറഞ്ഞു, അതുപോലെ തന്നെ ഈ എക്സെപ്ഷണൽ കേസും പറഞ്ഞു. ഓക്കെ, അടുത്ത ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ഏറ്റവും ഉയർന്ന നെഗറ്റീവ് ഇലക്ട്രോൺ ആർജിത എൻതാൽപ്പി ഉള്ളത് ഏതിനാണ്? ഏറ്റവും കുറഞ്ഞ നെഗറ്റീവ് ഇലക്ട്രോൺ ആർജിത എൻതാൽപ്പി ഉള്ളത് ഏതിനാണ്? അതായത് ഫോസ്ഫറസ്, സൾഫർ, ക്ലോറിൻ, ഫ്ലൂറിൻ. നിങ്ങളുടെ ഉത്തരം വിശദീകരിക്കുക. അതായത് 4 എലമെന്റ്സ് തന്നിട്ടുണ്ട്. ഇതിൽ ഏറ്റവും കൂടുതൽ ഉള്ളത് ആർക്കാണ്, അതുപോലെ തന്നെ ഏറ്റവും കുറവുള്ളതും ആർക്കാണ് എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ എന്താണ് നമുക്ക് പീരിയോഡിക് ടേബിൾ ഒന്ന് മനസ്സിലോട്ട് എടുത്താൽ നമുക്ക് ഫ്ലൂറിനും ക്ലോറിനും നമ്മളിപ്പോൾ പറഞ്ഞു നിർത്തിയതേ ഉള്ളൂ അല്ലെ. ഫ്ലൂറിനും ക്ലോറിനും നമ്മളിപ്പോൾ പറഞ്ഞു നിർത്തിയേ ഉള്ളൂ. ഒരു പീരീഡ് എടുത്താൽ ലെഫ്റ്റ് ടു റൈറ്റ് ആണ് നമ്മൾ പോകുന്നതെങ്കിൽ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി എന്താണ്
മോർ നെഗറ്റീവ് ആയിട്ടാണ് വരുന്നത്. ബട്ട് ടോപ്പ് ടു ബോട്ടം നമ്മൾ എടുക്കുവാണെങ്കിൽ ലെസ് നെഗറ്റീവ് ആയിട്ടാണ് വരുന്നത്. പക്ഷെ ഫ്ലോറിനും ക്ലോറിനും എന്താണ്, ഫ്ലൂറിനും ക്ലോറിനും അതെന്താണ് എക്സെപ്ഷനിലാണ്. അപ്പൊ എന്താണ്, ക്ലോറിനാണ് ഏറ്റവും കൂടുതൽ എൻതാൽപ്പി നമ്മൾ പറഞ്ഞു. ഏറ്റവും കൂടുതൽ എൻതാൽപ്പി എന്ന് പറയുന്ന ആർക്കാണ്, ഇലക്ട്രോൺ ആർജിത എൻതാൽപ്പി എന്ന് പറയുന്ന ആർക്കാണ്, ക്ലോറിനാണ്. ഓക്കെ, ഏറ്റവും കൂടുതൽ. അതുപോലെ ഇതിൽ ഏറ്റവും കുറവെന്ന് പറയുന്നത് ഫോസ്ഫറസിനായിരിക്കും. അത് നിങ്ങൾ ആ ടേബിൾ എടുത്ത് നോക്കിയാലും നിങ്ങൾക്ക് മനസ്സിലാകും. അതായത് ഫോസ്ഫറസ് എന്ന് പറയുന്നത് നമ്മുടെ സൾഫറിന് ഇടതുവശത്തായിട്ടാണ് കിടക്കുന്നത് അല്ലെ, നൈട്രജന്റെ താഴെയാണ് ഫോസ്ഫറസ് വരുന്നത്. അപ്പൊ ലെഫ്റ്റിൽ നിന്ന് റൈറ്റോട്ട് പോകുമ്പോഴത്തേക്കും ഫോസ്ഫറസിനെക്കാട്ടിലും സൾഫർ ആയിരിക്കും എന്താണ് കൂടിയൊരു വാല്യൂ. അപ്പൊ ഏറ്റവും കുറവ് ഇക്കൂട്ടത്തിൽ ആർക്കാണ്, ഫോസ്ഫറസിനാണ്. അപ്പൊ നിങ്ങൾക്ക് ആ ഒരു ടേബിൾ എടുത്ത് നോക്കിയാൽ തന്നെ ഇത് മനസ്സിലാവും. സോ ഇതിന്റെ ഉത്തരം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒരു പീരീഡിൽ ഇടത്തു നിന്ന് വലത്തേക്ക് പോകും തോറും ഇലക്ട്രോൺ ആർജിത എൻതാൽപ്പി സാധാരണയായി കൂടുതൽ നെഗറ്റീവ് ആകുന്നു. ഒരു ഗ്രൂപ്പിൽ താഴേക്ക് വരും തോറും ഇലക്ട്രോൺ ആർജിത എൻതാൽപ്പിയുടെ നെഗറ്റീവ് വില കുറയുകയും ചെയ്യുന്നു. എന്നിരുന്നാലും 2p ഓർബിറ്റിലേക്ക് ഇലക്ട്രോൺ ചേർക്കുമ്പോഴുണ്ടാകുന്ന വികർഷണം വലുപ്പമുള്ള 3p ഓർബിറ്റിലേക്ക് ഇലക്ട്രോണിനെ ചേർക്കുമ്പോഴുണ്ടാകുന്നതിനേക്കാൾ കൂടുതലാണ്. അല്ലെ, നമ്മൾ ഫ്ലൂറിന്റെയും ക്ലോറിന്റെയും കാര്യം പറഞ്ഞു, ഓക്സിജന്റെയും പറഞ്ഞു, സൾഫറിന്റെയും കാര്യം പറഞ്ഞു ഈ എക്സാമ്പിൾ വെച്ചിട്ട്. അപ്പോൾ എന്താണ്, ആയതിനാൽ കൂടിയ നെഗറ്റീവ് ഇലക്ട്രോൺ ആർജിത എൻതാൽപ്പി ക്ലോറിനും കുറഞ്ഞ നെഗറ്റീവ് ഇലക്ട്രോൺ ആർജിത എൻതാൽപ്പി ഫോസ്ഫറസിനുമാണ്. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്തത് എന്താണ്, ഇലക്ട്രോൺ നെഗറ്റിവിറ്റി. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, കാരണം നമ്മുടെ സിലബസിൽ എടുത്തു പറഞ്ഞിട്ടുള്ള ഒരു പേരാണ് ഇലക്ട്രോൺ നെഗറ്റിവിറ്റി എന്ന് പറയുന്നത്. അടുത്തത്, രാസസംയുക്തത്തിലെ ഒരു ആറ്റത്തിന് പങ്കുവെക്കപ്പെട്ട ഇലക്ട്രോണുകളെ അതിന്റെ സമീപത്തേക്ക് ആകർഷിക്കാനുള്ള കഴിവിന്റെ ഗുണാത്മക തോതാണ് ഇലക്ട്രോൺ നെഗറ്റിവിറ്റി അഥവാ ഇലക്ട്രോൺ ഋണത എന്ന് പറയുന്നത്. അപ്പൊ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ ഒരു കോമ്പൗണ്ട് ഉണ്ട്, ആ കോമ്പൗണ്ടിലെ ആറ്റംസ് എന്ത് ചെയ്യുന്നു, അവിടെ ഷെയർ ചെയ്യപ്പെട്ട ഇലക്ട്രോൺസിനെ എന്ത് ചെയ്യുന്നു, അട്രാക്ട് ചെയ്യുന്നു. അപ്പം ആ ഒരു അട്രാക്ട് ചെയ്യുന്നതിന്റെ തോതിനെയാണ് നമ്മൾ എന്ത് വിളിച്ചത്, ഇലക്ട്രോൺ നെഗറ്റിവിറ്റി എന്ന് വിളിച്ചത്. ഓക്കെ, ഇപ്പൊ ഒരു കെമിക്കൽ കോമ്പൗണ്ട് ഉണ്ടെങ്കിൽ അതിനകത്ത് ആറ്റംസിന് അവിടെ ഷെയർ ചെയ്യപ്പെട്ട ഇലക്ട്രോൺസിന് എന്താണ്, അവരിലേക്ക് അട്രാക്ട് ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ട്. അപ്പൊ ഈ എബിലിറ്റിയാണ് നമ്മൾ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അയനീകരണ എൻതാൽപ്പിയോ ഇലക്ട്രോൺ ആർജിത എൻതാൽപ്പിയോ പോലെ അളന്ന് കണ്ടുപിടിക്കാൻ കഴിയുന്നതല്ല ഇലക്ട്രോൺ നെഗറ്റിവിറ്റി. എന്നിരുന്നാലും മൂലകങ്ങളുടെ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി സൂചിപ്പിക്കുന്നതിനായി പോളിംഗ് സ്കെയിൽ, മുല്ലിക്കൻ ജാഫെ സ്കെയിൽ, ആൽറെഡ് റോഷോ സ്കെയിൽ എന്നിങ്ങനെ ഒന്നിൽ കൂടുതൽ സമ്പ്രദായങ്ങൾ രൂപപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് പോളിംഗ് സ്കെയിൽ ആണ്. ഓക്കെ, അപ്പം ഇത് നമുക്ക് ഡെഫിനറ്റ് ആയിട്ട് നമുക്ക് മെഷർ ചെയ്യാനായിട്ട് പറ്റത്തില്ല ഇലക്ട്രോൺ നെഗറ്റിവിറ്റി. പക്ഷെ എന്താണ്, ഇതൊക്കെ ഒരു എന്താണ് സ്കെയിലിംഗ് ഫോർമാറ്റിൽ നമുക്ക് ഇതിനെയൊക്കെ എന്താണ് റെപ്രസെന്റ് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പൊ സ്കെയിലിംഗ് ഫോർമാറ്റിൽ റെപ്രസെന്റ് ചെയ്യാനായിട്ട് പറ്റും. അത് ആ കുറച്ച് സ്കെയിൽസ് ആണ്, പോളിംഗ് സ്കെയിൽ, മില്ലിക്കൻ ജാഫ് സ്കെയിൽ, ആൽറെഡ് റോഷോ സ്കെയിൽ ഒക്കെ പറയുന്നത്. ഓക്കെ, അപ്പം അത് നമുക്ക് നോക്കാം. അങ്ങനെ എന്നിങ്ങനെ ഒന്നിൽ കൂടുതൽ സമ്പ്രദായങ്ങൾ രൂപപ്പെടുത്തിയിട്ടുണ്ട്. പോളിംഗ് സ്കെയിലാണ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത്. അതാണ് നമുക്ക് ഇമ്പോർട്ടന്റ്. അപ്പൊ 1922 അമേരിക്കൻ ശാസ്ത്രജ്ഞനായ ലിനസ് പോളിംഗ് ഇലക്ട്രോണുകളെ ആകർഷിക്കാനുള്ള കഴിവ് ഏറ്റവും കൂടുതലുണ്ട് എന്ന് കരുതുന്ന ഫ്ലൂറിന് 4 എന്ന വില നൽകി. വെരി ഇമ്പോർട്ടന്റ് ആണ്. ലിനസ് പോളിംഗ് ആണെന്ത്, ഫ്ലൂറിന്റെ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി 4 ആണെന്ന് പറയുന്ന ഒരു വില അങ്ങോട്ട് കൊടുത്തത്. ഓക്കെ, അപ്പൊ ചില മൂലകങ്ങളുടെ ഇലക്ട്രോൺ ഋണതയുടെ ഏകദേശം മൂല്യങ്ങൾ പട്ടിക 3.8 കൊടുത്തിരിക്കുന്നു. പട്ടിക 3.8A, പട്ടിക 3.8B ഒക്കെ നമുക്ക് കാണാം. അപ്പം ആ 3.8ഉം 3.8AB നിങ്ങൾ നോക്കുവാണെങ്കിൽ കുറെ എലമെന്റ്സിന്റെ കൊടുത്തിട്ടുണ്ട്. ഇലക്ട്രോൺ നെഗറ്റിവിറ്റിയുടെ വാല്യൂസ് കൊടുത്തിട്ടുണ്ട്. ഫ്ലൂറിൻ കാണാം 4 ആണ് അല്ലെ, ഹൈലി ഇലക്ട്രോൺ നെഗറ്റീവ് ആയിട്ടുള്ള എലമെന്റ് ആണ് ഫ്ലൂറിൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഒരു മൂലകത്തിന്റെയും ഇലക്ട്രോൺ ഋണത സ്ഥിരമായ ഒന്നല്ല. ബന്ധിക്കപ്പെട്ടിരിക്കുന്ന ആറ്റങ്ങൾക്കനുസരിച്ച് അത് മാറ്റങ്ങൾ ഉണ്ടാക്കാം അല്ലെ. നമ്മൾ പറഞ്ഞു ഇപ്പൊ രണ്ട് ആറ്റംസ് തമ്മിൽ ഒരു കോമ്പൗണ്ടിൽ ഇലക്ട്രോൺസിന് ഷെയർ ചെയ്യുമ്പോഴത്തേക്കും ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ അതർ ആറ്റം അല്ലെ. ഒരു ആറ്റം ഇപ്പൊ ഫ്ലോറിൻ ആരുമായിട്ടാണോ ബോണ്ടിങ് ഏർപ്പെടുന്നത് അതനുസരിച്ച് അവരുടെ ഇലക്ട്രോൺ നെഗറ്റിവില് ചേഞ്ചസ് ഉണ്ടാവാം. ഓക്കെ, അപ്പൊ അളക്കാവുന്ന ഒരു ഗുണം അല്ലെങ്കിൽ പോലും ആറ്റങ്ങളെ കൂട്ടിച്ചേർത്ത് നിർത്തുന്ന ബലത്തിന്റെ സ്വഭാവം നിർവചിക്കാൻ ഇത് സഹായിക്കുന്നു. സോ അത്തരത്തിലുള്ള ബന്ധങ്ങളെ കുറിച്ച് നിങ്ങൾ പിന്നീട് മനസ്സിലാക്കുന്നുണ്ട്. നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു ബോണ്ടിങ്ങിനെ കുറിച്ച് അല്ലെ. അതാണ് ഇവിടെ പറയുന്നത്, നമ്മളത് പിന്നീട് പഠിക്കും എന്നുള്ളത് ഓൾറെഡി നമ്മൾ കണ്ടു ആ ചാപ്റ്റർ. അടുത്ത നോക്കാം. ഇലക്ട്രോൺ ഋണത ആവർത്തന പട്ടികയിൽ ഒരു പീരീഡിൽ ഇടത്തു നിന്ന് വലത്തേക്ക് കൂടുകയും ഗ്രൂപ്പിൽ മുകളിൽ നിന്ന് താഴേക്ക് കുറയുകയും ചെയ്യുന്നു. ഇതാണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം.
ഓക്കെ, അപ്പൊ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി എന്ന് പറയുന്നത് എന്താണ്? പീരിയോഡിക് ടേബിൾ എടുത്താൽ ലെഫ്റ്റ് ടു റൈറ്റ് എന്താണ്? കൂടുകയാണ് ചെയ്യുന്നത്. കൂടുകയാണ് ഇലക്ട്രോൺ നെഗറ്റിവിറ്റി ചെയ്യുന്നത്. ഗ്രൂപ്പിൽ മുകളിൽ നിന്ന് താഴേക്കും എന്താണ്? ഇലക്ട്രോൺ നെഗറ്റിവിറ്റി കുറയുകയും ചെയ്യുന്നു. അപ്പൊ ഏതിന്റെ സെയിം ട്രെൻഡ് തന്നെയാണ് ഇലക്ട്രോൺ നെഗറ്റിവിറ്റി കാണിക്കുന്നത്? നമ്മുടെ അയണൈസേഷൻ എൻതാൽപ്പിയുടെ സെയിം ട്രെൻഡ് തന്നെയാണ് ഇലക്ട്രോൺ നെഗറ്റിവിറ്റി കാണിക്കുന്നത്. ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് ഇൻക്രീസ് ചെയ്യുന്നു, ടോപ്പ് ടു ബോട്ടം എന്ത് ചെയ്യുന്നു? ഡിക്രീസ് ചെയ്യുന്നു. സോ ഈ പ്രവണതയെ എങ്ങനെ വിശദീകരിക്കുവാൻ കഴിയും? പീരീഡിൽ ഇടത്തു നിന്ന് വലത്തേക്ക് പോകുമ്പോൾ കുറയുകയും ഗ്രൂപ്പിൽ മുകളിൽ നിന്ന് താഴേക്ക് വരുമ്പോൾ കൂടുകയും ചെയ്യുന്ന അറ്റോമിക ആരവുമായി ഇലക്ട്രോൺ ഗണതയെ ബന്ധപ്പെടുത്താൻ കഴിയുമോ? അപ്പൊ അറ്റോമിക് റേഡിയസിന്റെ കാര്യം നമ്മൾ ഓൾറെഡി പറഞ്ഞു. അതും ലെഫ്റ്റ് ടു റൈറ്റ് എന്താണ്? അറ്റോമിക് റേഡിയസ് കുറയുവാണ്, ടോപ്പ് ടു ബോട്ടം അറ്റോമിക് റേഡിയസ് കൂടുവാണ്. അപ്പൊ ഇവരെ രണ്ടുപേരെയും കൂടെ ബന്ധപ്പെടുത്തി ഇത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമോ എന്നാണ് ഇവിടെ ഒരു ചോദ്യം ചോദിച്ചിരിക്കുന്നത്. അപ്പൊ എന്ത് പറയാം? ഒരു പീരീഡിൽ അറ്റോമിക ആരം കുറയുന്നതിനനുസരിച്ച് ഏറ്റവും പുറമേയുള്ള ഇലക്ട്രോണുകളും ന്യൂക്ലിയസും തമ്മിലുള്ള ആകർഷണം കൂടുകയും ഇലക്ട്രോൺ ഋണത വർദ്ധിക്കുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ ഗ്രൂപ്പിലെ മൂലകങ്ങളിൽ നിന്ന് അതുപോലെ തന്നെ ഗ്രൂപ്പിൽ മുകളിൽ നിന്ന് താഴേക്ക് വരുമ്പോൾ അറ്റോമിക ആരം കൂടുന്നതിനനുസരിച്ച് ഇലക്ട്രോൺ ഋണത എന്ത് ചെയ്യുന്നു? കുറയുന്നു. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ലെഫ്റ്റ് ടു റൈറ്റ് പോകുമ്പം അറ്റോമിക് സൈസ് എന്താണ് ചെയ്യുന്നത്? ഡിക്രീസ് ചെയ്യുന്നു. അപ്പം അറ്റോമിക് സൈസ് ഡിക്രീസ് ചെയ്യുമ്പോൾ ന്യൂക്ലിയസും നമ്മുടെ ഇലക്ട്രോണുകളും തമ്മിലുള്ള ആകർഷണം എന്ത് ചെയ്യുന്നു? ഭയങ്കര ഗ്രേറ്റർ അട്രാക്ഷൻ ആയിരിക്കും ഇവർ തമ്മിൽ. അപ്പം ആ സമയത്ത് എന്താണ്? ഇലക്ട്രോൺ നെഗറ്റിവിറ്റി എന്ന് പറയുന്നത് വളരെ ഹൈ ആയിട്ടുള്ള ഒരു വാല്യൂ ആണ്. അതേപോലെ തന്നെ ടോപ്പ് ടു ബോട്ടം നമ്മൾ വരുമ്പോഴത്തേക്കും നമ്മുടെ ന്യൂക്ലിയസും എക്സ്റ്റേണൽ ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോണും തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്താണ്? കൂടുതലായിരിക്കും. അല്ലെങ്കിൽ അറ്റോമിക് റേഡിയസ് എന്തായിരിക്കും? കൂടുതലായിരിക്കും. സോ അതിനനുസരിച്ച് ഇലക്ട്രോൺ നെഗറ്റിവിറ്റി എന്ത് ചെയ്യുന്നു? ഡിക്രീസ് ചെയ്യുന്നു. സോ ഈ പ്രവണതയെ അയനീകരണ ഊർജത്തിന് സമാനമാണ്. ഓക്കെ, ഇലക്ട്രോൺ ഋണതയും അറ്റോമിക ആരവും തമ്മിലുള്ള ബന്ധനത്തിന് അറിവ് വെച്ചുകൊണ്ട് ഇലക്ട്രോൺ ഋണതയും അലോഹ സ്വഭാവവും തമ്മിലുള്ള ബന്ധം മനസ്സിലാക്കാൻ കഴിയുമോ? അലോഹ മൂലകങ്ങൾക്ക് ഇലക്ട്രോൺ, അപ്പൊ ഇതും അടുത്ത ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതായത് നോൺ മെറ്റാലിക് ക്യാരക്ടറും നമ്മുടെ ഇലക്ട്രോൺ നെഗറ്റിവിറ്റിയും തമ്മിൽ ബന്ധപ്പെടുത്താമോ എന്നാണ് അടുത്ത ചോദ്യം. അപ്പൊ നോക്കാം. അലോഹ മൂലകങ്ങൾക്ക് ഇലക്ട്രോണുകളെ നേടാൻ ശക്തമായ പ്രവണതയുണ്ട്. അതുകൊണ്ട് ഇലക്ട്രോൺ ഋണത മൂലകങ്ങളുടെ അലോഹ സ്വഭാവങ്ങളുമായി നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പൊ എന്താണ് ഇലക്ട്രോൺ ഋണത? അതായത് ഇലക്ട്രോൺ നെഗറ്റിവിറ്റി എന്ന് പറയുന്നത് നോൺ മെറ്റാലിക് ക്യാരക്ടറുമായിട്ട് ഡയറക്ട്ലി റിലേറ്റഡ് ആണ് എന്നാണ് പറയുന്നത്. അതുപോലെ കുറച്ചുകൂടി വിശദീകരിച്ച് പറഞ്ഞാൽ ഇലക്ട്രോൺ ഋണത മൂലകങ്ങളുടെ ലോഹ സ്വഭാവവുമായി വിപരീത അനുപാതത്തിലാണ്. അപ്പൊ എന്താണ്? ഇറ്റ് ഈസ് ഇലക്ട്രോനെഗറ്റിവിറ്റി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്, അല്ലെങ്കിൽ ഡയറക്ട്ലി റിലേറ്റഡ് ടു നോൺ മെറ്റാലിക് ക്യാരക്ടർ ആൻഡ് ഇറ്റ് ഈസ് ഇൻഡയറക്ട്ലി റിലേറ്റഡ് ടു മെറ്റാലിക് ക്യാരക്ടർ. ലോഹ സ്വഭാവമായിട്ട് വിപരീത അനുപാതം, അതായത് ഇൻഡയറക്ട്ലി റിലേറ്റഡ് ആണെന്നാണ് പറയുന്നത്. ഓക്കെ, അത് പ്രകാരം ഒരു പീരീഡിലുടനീളം ഇലക്ട്രോൺ ഘനത കൂടുന്നതിനനുസരിച്ച് മൂലകങ്ങളുടെ അലോഹ സ്വഭാവവും എന്ത് ചെയ്യുന്നു? കൂടുന്നു. അതുപോലെ തന്നെ ഒരു ഗ്രൂപ്പിൽ മുകളിൽ നിന്ന് താഴേക്ക് ഇലക്ട്രോൺ ഘനത കുറയുന്നതിനനുസരിച്ച് മൂലകങ്ങളുടെ അലോഹ സ്വഭാവം കുറയുന്നു അഥവാ ലോഹ സ്വഭാവം കൂടുന്നു. നമ്മൾ ഇന്നലെ പറഞ്ഞാണ്, ഒരു പീരിയോഡിക് ടേബിൾ എടുത്താൽ ലെഫ്റ്റ് സൈഡിലായിട്ട് കാണപ്പെടുന്ന ആൾക്കാരെല്ലാം എന്താണ്? മെറ്റൽസ് ആണ്. റൈറ്റ് സൈഡിലോട്ട് പോകും തോറും മെറ്റാലിക് ക്യാരക്ടർ എന്ത് ചെയ്യുന്നു? കുറയുന്നു. പക്ഷെ ടോപ്പ് ടു ബോട്ടം നമ്മൾ പോകും തോറും മെറ്റാലിക് ക്യാരക്ടർ ഇൻക്രീസ് ചെയ്യുന്നു. ഓക്കെ, സോ ഇത്തരത്തിലുള്ള എല്ലാ ക്രമവർത്തനങ്ങളും ചിത്രം 3.7 സംഗ്രഹിച്ചിരിക്കുന്നു അല്ലെ. അപ്പൊ ഈ ഒരു ചാർട്ട് പഠിച്ചു വെച്ചാൽ മതി. നോക്കിക്കേ, ഇലക്ട്രോൺ ആർജിത എൻതാൽപ്പി ലെഫ്റ്റ് ടു റൈറ്റ് ഇൻക്രീസ് ചെയ്യുന്നു. അയോണീകരണ എൻതാൽപ്പി ലെഫ്റ്റ് ടു റൈസ് എന്താണ്? മോർ നെഗറ്റീവ് വാല്യൂ ആവുന്നു. അറ്റോമിക ആരം എന്താണ്? നമ്മൾ റൈറ്റ് ടു ലെഫ്റ്റ് പോകുമ്പോഴാണ് ഇൻക്രീസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ലെഫ്റ്റ് ടു റൈറ്റ് പോകുമ്പോൾ കുറയുന്നു. ഇലക്ട്രോൺ ഋണത, ഇലക്ട്രോൺ നെഗറ്റിവിറ്റി എന്ത് ചെയ്യുന്നു? ലെഫ്റ്റ് ടു റൈറ്റ് ഇൻക്രീസ് ചെയ്യുന്നു. ദെൻ അയനീകരണ എൻതാൽപ്പി, പിന്നെ ഇലക്ട്രോൺ ആർജിത എൻതാൽപ്പി, ഇലക്ട്രോൺ ഋണത, അതുപോലെ അറ്റോമിക ആരം അല്ലെ. അറ്റോമിക ആരം മാത്രമാണ് എല്ലാത്തിലും ഒരു ഡിഫറൻസ് കാണിക്കുന്ന ബാക്കി എല്ലാവരുടെയും ട്രെൻഡ് ഏകദേശം ഒരേപോലെയാണ്. ഓക്കെ, അപ്പൊ അത് നോക്കി വെക്കുക. ദെൻ ഈ ചാർട്ട് നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു, ഇലക്ട്രോൺ നെഗറ്റിവിറ്റിയെ കുറിച്ച് പറഞ്ഞാണ്. ഓക്കെ, ദെൻ അടുത്തത് രാസഗുണങ്ങളിലെ ആവർത്തന പ്രവണതകൾ അല്ലെങ്കിൽ പീരിയോഡിക് ട്രെൻഡ്സ് ഇൻ കെമിക്കൽ പ്രോപ്പർട്ടീസ്. അപ്പൊ ഇതുവരെ നമ്മൾ ഫിസിക്കൽ പ്രോപ്പർട്ടീസിന്റെ കാര്യമാണ്, ആറ്റംസിന്റെ കാര്യമാണ് പറയുന്നത്. സൈസ്, അറ്റോമിക് റേഡിയസ്, അതൊക്കെ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ആണ്. ഇനി കെമിക്കൽ പ്രോപ്പർട്ടീസിൽ ഉണ്ടാകുന്ന ട്രെൻഡുകൾ, അതായത് കെമിക്കൽ പ്രോപ്പർട്ടീസ് എങ്ങനെയാണ് റിപ്പീറ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യമാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പം വികരണ ബന്ധങ്ങൾ അല്ലെങ്കിൽ ഡയഗണൽ റിലേഷൻഷിപ്പ്
അലസ ജോഡി പ്രഭാവം, ഇനേർട്ട് പെയർ, ലാന്തനോയിഡ് സങ്കോചത്തിന്റെ സ്വാധീനം എന്നിവ പോലെയുള്ള മൂലകങ്ങളുടെ രാസഗുണങ്ങളിലെ മിക്കവാറുമുള്ള ക്രമവർത്തനങ്ങൾ വരുന്ന അധ്യായങ്ങളിൽ ഓരോ ഗ്രൂപ്പിനോടൊപ്പം കൈകാര്യം ചെയ്യുന്നുണ്ട്. മൂലകങ്ങൾ പ്രദർശിപ്പിക്കുന്ന സംയോജക അവസ്ഥയും ക്രമാവർത്തനങ്ങളും രണ്ടാം പീരീഡ് മൂലകങ്ങളുടെ അസംഗത ഗുണങ്ങളെയും കുറിച്ചാണ് നമ്മൾ ഈ ഭാഗത്ത് പഠിക്കാൻ പോകുന്നത്. അപ്പൊ എന്താണ് ഈ ഡയഗണൽ റിലേഷൻഷിപ്പ്, ഇനേർട്ട് പെയർ, ലാന്തനോയിഡ് കൺട്രാക്ഷൻസ് ഒക്കെ നമ്മൾ ഇനി വരുന്ന ചാപ്റ്ററിൽ പഠിക്കുമെന്നാണ്. ഇവിടെ ഇപ്പൊ നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ്, ഈ രണ്ടാം പീരീഡ് മൂലകങ്ങളുടെ അസംഗത ഗുണങ്ങൾ എന്ന് വെച്ചാൽ അനോമലസ് ആയിട്ടുള്ള പ്രോപ്പർട്ടീസിനും അതുപോലെ തന്നെ എന്താണ് സംയോജക അവസ്ഥയുടെ ക്രമാവർത്തനങ്ങളും കുറിച്ചിട്ടാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ ആദ്യം നോക്കാം സംയോജക അവസ്ഥ അല്ലെങ്കിൽ ഓക്സീകരണ അവസ്ഥയിലുള്ള ക്രമാവർത്തനങ്ങൾ, അതായത് പീരിയോഡിസിറ്റി ഇൻ വാലൻസി ഓർ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. ഓക്സിഡേഷൻ സ്റ്റേറ്റ് അല്ലെങ്കിൽ വാലൻസിയിൽ ഉണ്ടാകുന്ന ആ റെപ്പിറ്റേറ്റീവ് പാറ്റേൺ ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, ഒരു മൂലകത്തിന്റെ ഏറ്റവും സവിശേഷമായ ഗുണമാണ് അതിന്റെ സംയോജകത. സോ മൂലകത്തിന്റെ ഇലക്ട്രോൺ വിന്യാസത്തിന്റെ അടിസ്ഥാനത്തിൽ അത് മനസ്സിലാക്കാനായിട്ട് കഴിയും. ഓക്കെ, അപ്പൊ വാലൻസി എന്ന് പറയുന്നത് എന്താണ്, ഏറ്റവും ഒരു എലമെന്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് അതിന്റെ വാലൻസി എന്ന് പറയുന്നത്. ഇത് നമുക്ക് എന്താണ് ഇലക്ട്രോണിക് കോൺഫിഗറേഷന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് എന്താണ് ഇത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും, വാലൻസി അല്ലെങ്കിൽ സംയോജകത എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ പ്രാതിനിധ്യ മൂലകങ്ങൾ, നിങ്ങൾക്ക് എന്താ വാലൻസി എന്നറിയാവോ? നോക്കാം. പ്രാതിനിധ്യ മൂലകങ്ങളുടെ സംയോജകത ചുവടെ കൊടുത്തിരിക്കുന്നത് പോലെ സാധാരണയായി, അതായത് ഉറപ്പായിട്ടില്ലെങ്കിൽ പോലും ബാഹ്യതമ ഓർബിറ്റലുകളിലെ ഇലക്ട്രോണുകളുടെ എണ്ണത്തിന് തുല്യമോ അല്ലെങ്കിൽ 8ൽ നിന്ന് ബാഹ്യതമ ഇലക്ട്രോണുകളുടെ എണ്ണം കുറയ്ക്കുമ്പോൾ കിട്ടുന്ന സംഖ്യയോ ആണ്. അല്ലെ? അപ്പൊ നമ്മൾ എന്താ പറയുന്നത്, ഈ റെപ്രസെന്റേറ്റീവ് എലമെന്റ്സ് എടുത്താൽ അവരുടെ വാലൻസി എന്ന് പറയുന്നത് എന്താണ്, ഔട്ടർമോസ്റ്റ് ഓർബിറ്റൽസിലുള്ള ഇലക്ട്രോണുകളുടെ എണ്ണം, അല്ലെ, ഇറ്റ് ഈസ് ഈക്വൽ ടു ദ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ ദ ഔട്ടർമോസ്റ്റ് ഓർബിറ്റൽസ്, ഓർ ഇറ്റ് ക്യാൻ ബി ഓൾസോ ഫൈൻഡ് ഔട്ട് ബൈ എന്താണ് 8 minus the number of outermost electrons, അല്ലെ, ഒന്നെങ്കിൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ ഔട്ടർമോസ്റ്റ് ഷെൽ അല്ലെങ്കിൽ 8 മൈനസ് നമ്പർ ഓഫ് ഇലക്ട്രോൺസ്. അതാണ് എന്തെന്ന് പറയുന്നത് വാലൻസി ഓഫ് ദിസ് റെപ്രസെന്റേറ്റീവ് എലമെന്റ്സ്. അതാണ് പ്രാതിനിധ്യ മൂലകങ്ങൾ റെപ്രസെന്റേറ്റീവ് എലമെന്റ്സ്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടെന്ന് വിചാരിക്കുന്നു, എസ് ബ്ലോക്കിലെയും പി ബ്ലോക്കിലെയും കൂടെ ഒരുമിച്ച് നമ്മൾ വിളിച്ചില്ലേ റെപ്രസെന്റേറ്റീവ് എലമെന്റ്സ്, അത് ലാസ്റ്റ് ചാപ്റ്റർ നമ്മൾ പറഞ്ഞിരുന്നു. ഓക്കെ, സോ അപ്പം ഇത് എന്താണ്, എണ്ണം കുറയ്ക്കുമ്പോൾ കിട്ടുന്ന സംഖ്യ ആയിരിക്കും. അപ്പൊ അതാണ് വാലൻസി എന്ന് പറയുന്നത്. സോ ഇപ്പോൾ സംയോജകതയ്ക്ക് പകരമായി ഓക്സീകരണ അവസ്ഥ എന്ന പദമാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ ഇപ്പം നമ്മൾ വാലൻസി എന്ന് പറയുന്നതിന് പകരം ഓക്സിഡേഷൻ സ്റ്റേറ്റ് അല്ലെങ്കിൽ ഓക്സീകരണ അവസ്ഥ എന്ന ഒരു വേർഡാണ് യൂസ് ചെയ്യുന്നത്. ഇനി ഓക്സിജൻ അടങ്ങുന്ന 2 സംയുക്തങ്ങൾ എടുക്കാം, 2 എക്സാമ്പിൾസ് എടുക്കാം. എന്താണ്, OF2 അതുപോലെ തന്നെ Na2O, ഇത് രണ്ടും കൺസിഡർ ചെയ്യാം. ഈ സംയുക്തങ്ങളിൽ ഉൾപ്പെട്ടിരിക്കുന്ന 3 മൂലകങ്ങളുടെ ഇലക്ട്രോൺ ഋണതയിലുള്ള ക്രമം, അതായത് ഓക്സിജൻ ഉണ്ട്, ഫ്ലൂറിൻ ഉണ്ട്, സോഡിയം ഉണ്ട്. ഇവരുടെ ഇലക്ട്രോൺ നെഗറ്റിവിറ്റിയുടെ ഓർഡർ കൊടുത്തിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ഇലക്ട്രോൺ നെഗറ്റീവ് ആരാണ്? ഫ്ലൂറിൻ. പിന്നെ വരുന്നത് ഓക്സിജൻ, പിന്നെയാണ് സോഡിയം. അടുത്ത നോക്കാം, OF2 എന്ന സംയുക്തത്തിൽ 2s2 2p5 എന്ന ബാഹ്യ ഇലക്ട്രോൺ വിന്യാസമുള്ള ഓരോ ഫ്ലൂറിൻ ആറ്റവും ഒരു ഇലക്ട്രോൺ വീതം ഓക്സിജനുമായി പങ്കുവച്ചിരിക്കുന്നു. ഏറ്റവും ഉയർന്ന ഇലക്ട്രോൺ ഋണതയുള്ള മൂലകമായതുകൊണ്ട് ഫ്ലൂറിന് ഓക്സീകരണാവസ്ഥ -1 എന്ന് നൽകിയിരിക്കുന്നു. ഓക്കെ, അപ്പൊ എന്താ പറയുന്നത്, OF2 നമ്മൾ കൺസിഡർ ചെയ്താൽ എഫിന്റെ ഇലക്ട്രോണിക്, അതായത് ഫ്ലൂറിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 2s2 2p5 ആണ്. അപ്പൊ അവരുടെ വാലൻസി എന്താണ്? 1 ആണ്. ഓക്കെ, അപ്പൊ ഇവർക്ക് എന്താണ്, ഒരു ഇലക്ട്രോണും കൂടെ ഇവർക്ക് കിട്ടിയാൽ ഇവർക്ക് കംപ്ലീറ്റ്ലി ഫിൽഡ് ഷെല്ലായി. ഉടനെ ഇവരെന്താ ചെയ്യുക, ഇവര് ഓക്സിജനുമായിട്ട് ഒരു ഇലക്ട്രോൺ വീതം എന്ത് ചെയ്യുന്നു, ഇവര് ഷെയർ ചെയ്യുന്നു, അല്ലെ? അപ്പം ഓരോ ഫ്ലൂറിൻ ആറ്റം, 2 ഫ്ലൂറിൻ ആറ്റം ഉണ്ട്. അപ്പോൾ ഓരോ ഫ്ലൂറിൻ ആറ്റവും എന്താണ്, ഒരു ഇലക്ട്രോണിനെ വീതം ഓക്സിജനുമായിട്ട് എന്ത് ചെയ്യുന്നു, പങ്കുവെക്കും, അല്ലെ? അങ്ങനെ പങ്കുവെക്കുന്ന അവസ്ഥയിൽ ഫ്ലൂറിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? -1 ആയിരിക്കും, അല്ലെ? അവരുടെ വാലൻസി 1 അല്ലേ, അപ്പൊ അവരുടെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് നമ്മൾ -1 എന്ന് നൽകിയിരിക്കുന്നു. അടുത്ത നോക്കാം. ഈ സംയുക്തത്തിൽ 2 ഫ്ലൂറിൻ ആറ്റങ്ങൾ ഉള്ളത് കൊണ്ട് 2s2 2p4 ബാഹ്യതമ ഇലക്ട്രോൺ വിന്യാസമുള്ള ഓക്സിജൻ ഫ്ലൂറിൻ ആറ്റങ്ങളുമായി 2 ഇലക്ട്രോൺ പങ്കുവെച്ച് +2 ഓക്സീകരണ അവസ്ഥ പ്രദർശിപ്പിക്കുന്നു. അപ്പം ഫ്ലൂറിൻ ആറ്റം എന്ന് പറയുന്നത് 2 ഇലക്ട്രോണിനെ ഷെയർ ചെയ്യുന്നുണ്ട്, അല്ലെ? അപ്പൊ ഓക്സിജൻ ആറ്റംസ് എന്താണ്, 2 ഇലക്ട്രോണിനെയാണ് ഫ്ലൂറിനുമായിട്ട്, അതായത് ഓരോ ഓക്സിജൻ ആറ്റം ഓരോന്ന് വീതം, അങ്ങനെ ടോട്ടൽ 2 ഇലക്ട്രോണിനെയാണ് ഷെയർ ചെയ്യുന്നത്. സോ അതുകൊണ്ട് ഫ്ലൂറിൻ ആറ്റം
ഓക്കെ, ഓക്സിജൻ ആറ്റം എടുത്താൽ എന്താണ് ഫ്ലൂറിൻ ആറ്റങ്ങളുമായി 2 ഇലക്ട്രോണിനെ പങ്കുവെച്ച് അതിനെന്താണ് +2 ഓക്സിഡേഷൻ സ്റ്റേറ്റിലായിരിക്കും ഓക്സിജൻ ആറ്റം ഉണ്ടാകുന്നത്. അതേപോലെ തന്നെ Na2O കൺസിഡർ ചെയ്താൽ എന്താണ് ഓക്സിജന്റെ ഉയർന്ന ഇലക്ട്രോൺ ഘനതയുള്ള മൂലകം ആയതിനാൽ ഓരോ സോഡിയത്തിൽ നിന്ന് ഓരോ ഇലക്ട്രോൺ വീതം ആകെ 2 ഇലക്ട്രോണുകൾ സ്വീകരിച്ച് -2 ഓക്സീകരണാവസ്ഥ കാണിക്കുന്നു. നേരത്തെ പറഞ്ഞ പോലെ തന്നെ OF2ന്റെ കേസ് പോലെ എന്താണ് നമ്മുടെ ഓരോ സോഡിയത്തിൽ നിന്നും ഓരോ ഇലക്ട്രോൺ ആണ് നമ്മുടെ ഓക്സിജൻ സ്വീകരിക്കുന്നത്. ഓക്കെ, അങ്ങനെ അതിന്റെ ഇലക്ട്രോൺ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത് -2 ആയി മാറും. അതേ സമയത്ത് നമ്മുടെ സോഡിയം എടുത്താൽ നേരെ മറിച്ച് 3s1 ഇലക്ട്രോൺ വിന്യാസമുള്ള സോഡിയത്തിന് 1 ഇലക്ട്രോൺ ഓക്സിജന് കൊടുത്തുകൊണ്ട് +1 ഓക്സീകരണാവസ്ഥ നൽകിയിരിക്കുന്നു. അപ്രകാരം ഒരു പ്രത്യേക സംയുക്തത്തിലെ ഒരു മൂലകത്തിന്റെ ഓക്സീകരണാവസ്ഥ എന്നത് ആ മൂലകത്തിന്റെ ആറ്റം സംയുക്തത്തിലെ മറ്റ് ആറ്റങ്ങളെ അപേക്ഷിച്ച് ഇലക്ട്രോൺ ഘനതയ്ക്ക് അനുസൃതമായി നേടിയ ചാർജ് ആയിരിക്കും. അല്ലെ, അപ്പൊ എന്താണ് നമുക്ക് ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓഫ് ആൻ എലമെന്റ് ഇൻ എ കോമ്പൗണ്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും? അതിനകത്തൊരു ആറ്റം എന്താണ് ആ ആറ്റം അറ്റൈൻ ചെയ്ത ഇലക്ട്രോണിക് ചാർജ് ബൈ എന്താണ് ഈ ഷെയറിംഗ് ഓഫ് ഇലക്ട്രോൺസ് അല്ലെ, ഇലക്ട്രോൺസിനെ ഷെയർ ചെയ്യുന്നത് വഴി അവർക്ക് കിട്ടിയ ആ ചാർജ് ബേസ്ഡ് ഓൺ ദ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി ഓഫ് ദ 2 ആറ്റംസ് ഇൻ ദ കോമ്പൗണ്ട്. ഒരു കോമ്പൗണ്ടിലുള്ള ആറ്റങ്ങളുടെ ഇലക്ട്രോൺ നെഗറ്റിവിറ്റിയുടെ അടിസ്ഥാനത്തിലാണ് ഇവർ ഇലക്ട്രോൺസ് ഷെയർ ചെയ്യുന്നതൊക്കെ. അപ്പൊ ആ ഇലക്ട്രോൺസ് ഷെയർ ചെയ്യുന്നതിന്റെ അടിസ്ഥാനത്തിൽ ഇവർക്ക് കിട്ടിയ ചാർജ് ആണ് എന്തെന്ന് പറയുന്നത് ഈ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, അതാണ് +1 +2 ഒക്കെ കിട്ടിയെന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്, പ്രശ്നം 3.8. അതൊന്ന് നോക്കാം. ചുവടെ കൊടുത്തിരിക്കുന്ന മൂലക ജോഡികൾ ചേർന്ന് രൂപീകരിക്കാവുന്ന സംയുക്തങ്ങളുടെ തന്മാത്രാ വാക്യങ്ങൾ ആവർത്തന പട്ടിക ഉപയോഗിച്ച് പ്രവചിക്കുക. ഏതൊക്കെയാണ്? സിലിക്കൺ, ബ്രോമിൻ, അലൂമിനിയം, സൾഫർ. അപ്പൊ സിലിക്കൺ ബ്രോമിൻ നോക്കുവാണെങ്കിലോ, സിലിക്കൺ എന്ന് പറയുന്നത് എന്താണ്? അതിന്റെ വാലൻസി 4 ആണ്. ഓക്കെ, ഇത്രേ ഉള്ളൂ. സിലിക്കന്റെ വാലൻസി എന്ന് പറയുന്നത് 4 ആണ്. ബ്രോമിന്റെ വാലൻസി എന്ന് പറയുന്നത് 1 ആണ്. അതിന്റെ റീസൺ ഒക്കെ ഇവിടെ എഴുതിയിട്ടുണ്ട്. സിലിക്കൺ 14ാം ഗ്രൂപ്പിലുള്ള മൂലകമാണ്. ബ്രോമിൻ എന്ന് പറയുന്നത് അതിന്റെ സംയോജകത 1 ആണ്. ബ്രോമിൻ എന്താണ്? ഹാലജൻസ് ആണ് അല്ലെ, ആ കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പൊ എന്താണ് ഇത് നേരെ വെച്ച് മാറി അല്ലെ, അപ്പൊ എന്താണ് SiBr4 നമുക്ക് കിട്ടി. അതുപോലെ അലൂമിനിയവും സൾഫറും കൺസിഡർ ചെയ്യാം. അലൂമിനിയം, സൾഫർ. അലൂമിനിയത്തിന്റെ വാലൻസി എത്രയാണെന്നറിയോ? 3 ആണ് അലൂമിനിയത്തിന്റെ വാലൻസി. സൾഫർ എന്ന് പറയുന്നത് 2 ആണ്. അപ്പൊ എന്തായി? Al2S3. ഇങ്ങനെ നമുക്ക് മൂലകങ്ങളെ എഴുതാം. മനസ്സിലായോ? അപ്പൊ ഇങ്ങനെ കോമ്പൗണ്ട്സിന് നമുക്ക് ഇങ്ങനെ എഴുതാം. അപ്പൊ ഇവര് ഈ രൂപീകരിക്കുന്ന സംയുക്തങ്ങളുടെ തന്മാത്രാ വാക്യങ്ങളാണ് നമ്മൾ മോളിക്കുലാർ ഫോർമുല. അതാണ് നമ്മൾ SiBr4ഉം അലൂമിനിയം Al2S3യും. ഓക്കെ, ഇനി മൂലകങ്ങളുടെ സംയോജകതയിലുള്ള ക്രമവർത്തനങ്ങൾ ഹൈഡ്രൈഡുകളും ഓക്സൈഡുകളും പട്ടിക 3.9 കൊടുത്തിരിക്കുന്നു. അത്തരത്തിൽ മൂലകങ്ങളുടെ രാസ സ്വഭാവങ്ങളിൽ സംഭവിക്കുന്ന മറ്റ് ക്രമാവർത്തനങ്ങൾ ഈ പുസ്തകത്തിൽ മറ്റു ഭാഗങ്ങളിൽ പരാമർശിച്ചിട്ടുണ്ട്. ഓക്കെ, ദെൻ ഹൈഡ്രൈഡ്സ് ഫോം ചെയ്യുന്നു, അവരുടെ ഗ്രൂപ്പുകളെല്ലാം എഴുതിയിട്ടുണ്ട്. അതുപോലെ ഓക്സൈഡുകളുടെ കാര്യങ്ങളും എഴുതിയിട്ടുണ്ട് അല്ലെ. മാഗ്നീഷ്യം MgO ആണ് ഓക്സൈഡ്. പിന്നെ കാർബൺ ഡയോക്സൈഡ് ആണ്. നൈട്രജൻ N2O3 ഉണ്ട്, N2O5 ഉണ്ട്, സൾഫർ SO3 ഉണ്ട്. ഓക്കെ, ഇതൊക്കെ അതിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഓക്സൈഡ്സ് ഫോം ചെയ്യുന്ന. സോ വ്യത്യസ്ത സംയോജകത പുലർത്തുന്ന ഒന്നിലധികം മൂലകങ്ങളുണ്ട്. ഇത് പ്രത്യേകിച്ചും സംക്രമണ മൂലകങ്ങളുടെയും ആക്ടിനോയിഡുകളുടെയും സവിശേഷതയാണ്. അത് നാം പിന്നീട് പഠിക്കും അല്ലെ. അപ്പോൾ പല ആറ്റംസുമായിട്ടും കോമ്പൗണ്ട്സ് ഫോം ചെയ്യുന്ന സമയത്ത് ഡിഫറെൻറ്റ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്ന ആൾക്കാരുണ്ട് അല്ലെ, ഡിഫറെൻറ്റ് വാലൻസി കാണിക്കുന്ന ആൾക്കാരുണ്ട്. സോ അതിനെയൊക്കെ കുറിച്ച് നമ്മൾ ഇത് മെയിൻലി ഇതെന്താണ് നമ്മുടെ ട്രാൻസിഷൻ എലമെന്റ്സ് ആണ് അല്ലെങ്കിൽ ആക്ടിനോയിഡ്സുകളാണ്. അതുപോലെ തന്നെ അത് നമ്മൾ നാം പിന്നീട് പഠിക്കും എന്നാണ് പറയുന്നത്. അത് കൂടുതലായിട്ട് നമുക്ക് ആ SPDF അല്ലെങ്കിൽ DF ബ്ലോക്ക് അങ്ങനെ ചാപ്റ്റർ ഉണ്ടല്ലോ, ആ ചാപ്റ്റേഴ്സിലാണ് കൂടുതൽ സ്ട്രെസ് ചെയ്ത് പറയുന്നുണ്ട് ഓക്സിഡേഷൻ സ്റ്റേറ്റിനെ കുറിച്ച്. ഓക്കെ, സോ നോക്കാം. 2ാം പീരീഡിലെ മൂലകങ്ങളുടെ അസംഗത ഗുണങ്ങൾ, അതായത് അനോമലസ് പ്രോപ്പർട്ടീസ് ഓഫ് ദി സെക്കൻഡ് പീരീഡ് എലമെന്റ്സ്. അപ്പോൾ സെക്കൻഡ് പീരീഡിലെ എലമെന്റ്സ് കാണിക്കുന്ന അനോമലസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നോർമലിൽ നിന്ന് വ്യതിചലിച്ചിട്ടുള്ള ഇവരുടെ കുറച്ച് പ്രത്യേകതകളെ കുറിച്ചിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നോക്കാം. 1ാം ഗ്രൂപ്പിലെയും 2ാം ഗ്രൂപ്പിലെയും 13 മുതൽ 17 വരെയുള്ള ഗ്രൂപ്പുകളിലെയും ആദ്യ മൂലകങ്ങൾ ഗ്രൂപ്പിലെ മറ്റു മൂലകങ്ങളിൽ നിന്ന് പലതരത്തിലുള്ള വ്യത്യസ്തത കാണിക്കുന്നു. അപ്പൊ എന്താ പറയുന്നത്? ഫസ്റ്റ് ഗ്രൂപ്പ്, സെക്കൻഡ് ഗ്രൂപ്പ്, 13 തൊട്ട് 17 വരെയുള്ള ഗ്രൂപ്പുകളിലെ 1ാമത്തെ മൂലകം അല്ലെങ്കിൽ ആദ്യ മൂലകം, അതാണ് 1ാമത്തെ ഗ്രൂപ്പിലെ ലിഥിയം,
രണ്ടാമത്തെ ഗ്രൂപ്പിലെ ബെറിലിയം, അതുപോലെ തന്നെ 13 തൊട്ട് 17 വരെ ബോറോൺ തൊട്ട് ഫ്ലൂറിൻ വരെയുള്ള ആദ്യ മൂലകങ്ങൾ അവരുടെ ഗ്രൂപ്പിലെ മറ്റു മൂലകങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള പ്രോപ്പർട്ടീസ് ആണ് കാണിക്കുന്നത്. അതിന് ഉദാഹരണം പറയുന്നുണ്ട്. ഉദാഹരണത്തിന് ഒന്നാം ഗ്രൂപ്പിലെ ആദ്യ മൂലകമായ ലിഥിയം രണ്ടാം ഗ്രൂപ്പിലെ ആദ്യ മൂലകമായ ബെറിലിയവും അവയുടെ ഗ്രൂപ്പിലെ മറ്റു മൂലകങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി സഹസംയോജക സംയുക്തങ്ങൾ ഉണ്ടാക്കുന്നു. അതേസമയം ഈ ഗ്രൂപ്പിലെ മറ്റു മൂലകങ്ങൾ പ്രധാനമായും അയനിക സംയുക്തങ്ങളാണ് ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്താണ് നമ്മൾ സഹസംയോജകമൊക്കെ നമ്മൾ പഠിച്ചാണ്. എന്താണ് കോവാലൻ ബോണ്ട് ഫോം ചെയ്യുക അല്ലെ. അപ്പൊ എന്താണ് ഈ ബെറിലിയവും അതുപോലെ തന്നെ നമ്മുടെ ലിഥിയവും ബെറിലിയവും എന്താണ് ആ ഗ്രൂപ്പിൽ ഈ ഫസ്റ്റ് സെക്കൻഡ് ഗ്രൂപ്പിൽ ഉള്ള ഫസ്റ്റ് എലമെന്റ്സ് ആണ്, ഒന്നാമത്തെ എലമെന്റ്സ് ആണ്. ഇവർ രണ്ടുപേരും എന്താണ് എപ്പോഴും ഫോം ചെയ്യുന്നത് കോവാലൻ കോമ്പൗണ്ട്സ് ആണ് ഇവർ ഫോം ചെയ്യുന്നത്. പക്ഷേ ആ ഗ്രൂപ്പിലുള്ള ബാക്കി എല്ലാവരും എന്താണ് അയനിക് കോമ്പൗണ്ട്സ് ആണ് ഫോം ചെയ്യുന്നത് അല്ലെ. അപ്പൊ എന്താ പറയാ, ആൽക്കലി മെറ്റലായ ലിഥിയവും ആൽക്കലൈൻ എർത്ത് മെറ്റലായ ബെറിലിയവും അവരുടെ സെയിം ഗ്രൂപ്പിൽപ്പെട്ട ആൾക്കാരെക്കാട്ടിലും വെരി ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടിയാണ് കാണിക്കുന്നത്. ആൻഡ് ദേ ഫോം എന്താ പറയുക, ദേ ഫോം covalent bonds and while other elements in the same group form ionic compounds. Okay, so അത് കഴിഞ്ഞ് പറയുന്ന നോക്കിക്കാം. വാസ്തവത്തിൽ ലിഥിയത്തിന്റെയും ബെറിലിയത്തിന്റെയും സ്വഭാവങ്ങൾ യഥാക്രമം അടുത്ത ഗ്രൂപ്പിലെ രണ്ടാമത്തെ മൂലകങ്ങളായ മഗ്നീഷ്യത്തിന്റെയും അലൂമിനിയത്തിന്റെയും സ്വഭാവങ്ങളുമായി സാദൃശ്യം കാണിക്കുന്നു. ഈ തരത്തിലുള്ള ക്രമാവർത്തന സാദൃശ്യങ്ങൾ വികർണ ബന്ധനങ്ങൾ അല്ലെങ്കിൽ ഡയഗണൽ റിലേഷൻഷിപ്പ് എന്നറിയപ്പെടുന്നു. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമ്മുടെ സിലബസിൽ എടുത്ത് പറഞ്ഞൊരു വാക്കാണ് ഡയഗണൽ റിലേഷൻഷിപ്പ്. അപ്പൊ എന്താ പറയുന്നത്, നമ്മുടെ ലിഥിയവും ബെറിലിയവും എന്താണ് അടുത്ത ഗ്രൂപ്പിലുള്ള യഥാക്രമം അടുത്ത ഗ്രൂപ്പിലുള്ള മൂലകങ്ങളായ മഗ്നീഷ്യത്തിന്റെയും അലൂമിനിയത്തിന്റെയും പ്രോപ്പർട്ടീസ് കാണിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പൊ എന്താണ് ലിഥിയം ബെറിലിയം, അത് കഴിഞ്ഞ് നമ്മൾ ഇവിടെ കുറെ സ്പേസ് ഉണ്ട്, ബോറോൺ, നിങ്ങൾക്ക് പീരിയോഡിക് ടേബിൾ മനസ്സിൽ വരട്ടെ. അപ്പൊ ലിഥിയം കഴിഞ്ഞ് ബെറിലിയത്തിന്റെ താഴെയാണ് മഗ്നീഷ്യം വരുന്നത്. അപ്പൊ ലിഥിയവും മഗ്നീഷ്യവും ആയിട്ടൊരിതും ബെറിലിയവും അതുപോലെ തന്നെ ഇവിടെ വരുന്ന ആളാണ് അലൂമിനിയം. ബെറിലിയവും അലൂമിനിയം ആയിട്ടും ഒക്കെ എന്താണ് സ്വഭാവങ്ങളിൽ സാദൃശ്യം കാണിക്കുന്നു എന്നാണ് പറയുന്നത്. സോ ഇത് ഈ റിലേഷൻഷിപ്പിനാണ് ഡയഗണൽ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. അപ്പൊ ലിഥിയവും മഗ്നീഷ്യവും ആയിട്ടും ബെറിലിയവും അലൂമിനിയം ആയിട്ടും കാണിക്കുന്ന ഈ സ്വഭാവ സാദൃശ്യങ്ങളാണ് ഡയഗണൽ റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ വികർണ ബന്ധനങ്ങൾ. മലയാളം ടേം ഓർത്തു വെക്കുക. ഓക്കെ, സോ എസ് ബ്ലോക്കിലെയും പി ബ്ലോക്കിലെയും ഒന്നാമത്തെ മൂലകങ്ങൾക്ക് അതേ ഗ്രൂപ്പിലെ മറ്റു മൂലകങ്ങളെ അപേക്ഷിച്ച് വ്യത്യസ്ത രാസ സ്വഭാവങ്ങൾ ഉണ്ടാകാനുള്ള കാരണങ്ങൾ എന്തായിരിക്കും? അപ്പൊ എന്തായിരിക്കും കാരണം, അതുകൂടെ ഒന്ന് ഓർത്തു വെക്കാം. എന്താണ്, അവയുടെ താരതമ്യേനയുള്ള വലിപ്പക്കുറവും കൂടിയ ചാർജ് ആരാനുപാതം, അതായത് ചാർജ് ആരം എന്ന് പറഞ്ഞാൽ റേഡിയസ്, ചാർജ് ടു റേഡിയസ് റേഷ്യോ, അനുപാതം റേഷ്യോ ആണ്. അപ്പൊ ചാർജ് ടു റേഡിയസ് റേഷ്യോ, അതുപോലെ വലിപ്പം വളരെ കുറവാണ്, അതുപോലെ ഉയർന്ന ഇലക്ട്രോൺ ഋണതയുമാണ് ഈ അസംഗത ഗുണങ്ങൾക്ക് കാരണം. ഓക്കെ, അപ്പൊ ഈ ഒരു റീസൺസ് ഒക്കെ കൊണ്ടാണ് ഈ അനോമലീസ് ഒക്കെ ഉണ്ടാകുന്നത്. അതുകൂടാതെ തന്നെ ഒരു ഗ്രൂപ്പിലെ ആദ്യ മൂലകങ്ങൾക്ക് രാസബന്ധനത്തിൽ ഏർപ്പെടുന്നതിന് 4 ബാഹ്യതമ ഓർബിറ്റലുകൾ മാത്രമേ ഉള്ളൂ. എന്നാൽ അതേ ഗ്രൂപ്പിലെ രണ്ടാമത്തെ മൂലകത്തിന് നമ്മൾ ഓൾറെഡി പറഞ്ഞാണ്, എന്താണ് ഒരു ഗ്രൂപ്പ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിലെ ഫസ്റ്റ് എലമെന്റ്സിനൊക്കെ എന്താണ് ഈ 2s 2p ഓർബിറ്റൽസ് ആണ് അവർക്ക് അവൈലബിൾ ആയിട്ടുള്ളത്, എന്താണ് കെമിക്കൽ ബോണ്ടിങ് ഫോർമേഷന് വേണ്ടിയിട്ട് അല്ലെ. പക്ഷെ അതിന്റെ അടുത്ത എലമെന്റ്സ് തേർഡ് അല്ലെങ്കിൽ അതിന്റെ സെക്കൻഡ് എലമെന്റ്സ്, ആ ഗ്രൂപ്പിൽ തന്നെ സെക്കൻഡ് എലമെന്റ്സിന്റെ കാര്യം എടുത്താൽ അവർക്ക് എന്താണ് 9 ഔട്ടർ മോസ്റ്റ് ഓർബിറ്റൽസ് വരും. 3s 3p 3d എല്ലാം കൂടെ കൂട്ടി എന്താണ് 9 ഔട്ടർ മോസ്റ്റ് ഓർബിറ്റൽസ് വരും. ഇവർക്ക് 4 ഔട്ടർ മോസ്റ്റ് ഓർബിറ്റൽസേ ഉള്ളൂ, ഇവർക്ക് എന്താണ് 9 ഔട്ടർ മോസ്റ്റ് ഓർബിറ്റൽസ് ഉണ്ട്. സോ അത് കാരണം ഓരോ ഗ്രൂപ്പിലെയും ആദ്യ മൂലകത്തിന് പ്രദർശിപ്പിക്കാവുന്ന പരമാവധി സംയോജകത 4 ആണ്. അതായത് ഒരു ഗ്രൂപ്പ് എടുത്താൽ ആ ഗ്രൂപ്പിലെ ഫസ്റ്റ് എലമെന്റ്സിന്റെ വാലൻസി എന്ന് പറയുന്നത് മാക്സിമം അവർക്ക് ഉള്ള വാലൻസി എന്ന് പറയുന്നത് എന്താണ് 4 ആണ്. അതായത് കൊവാലൻസി, അവരുടെ കൊവാലൻസി എന്ന് പറയുന്നത് എന്താണ് 4 ആണ്. മാക്സിമം കൊവാലൻസി ഇസ് 4. അതുപോലെ തന്നെ ഗ്രൂപ്പിലെ ബാക്കി മൂലകങ്ങൾക്കോ 4 ജോഡിയിൽ കൂടുതൽ ഇലക്ട്രോണുകൾ ഉൾക്കൊള്ളാവുന്ന വിധം അവയുടെ ബാഹ്യതമ ഷെല്ലിനെ വികസിപ്പിക്കാൻ കഴിയും. അപ്പൊ അവർക്ക് എന്താണ് കോവാലൻസി കൂടുതലായിരിക്കും. അപ്പൊ അതൊരു റീസൺ ആണ്. അത് കഴിഞ്ഞ് പിന്നെ എന്താ പറയുന്നത്, ഇതിനു ഉപരിയായി പി ബ്ലോക്കിലെ ആദ്യ അംഗങ്ങൾക്ക് അതേ ഗ്രൂപ്പിലെ മറ്റു മൂലകങ്ങളെ അപേക്ഷിച്ച് സ്വയമായോ അല്ലെങ്കിൽ രണ്ടാം പിരീഡിലെ മറ്റു മൂലകങ്ങളുമായോ ബഹുബന്ധനങ്ങൾ ഉണ്ടാക്കുവാനുള്ള കഴിവ് വളരെ കൂടുതലാണ് അല്ലെ. അപ്പൊ ആദ്യത്തെ
സെയിം ഗ്രൂപ്പിലെ ഫസ്റ്റ് എലമെന്റ്സിനെ അപേക്ഷിച്ച് സെക്കൻഡ് എലമെന്റ്സ് തൊട്ട് അവർക്ക് എന്താണ് ഡബിൾ ബോണ്ടും ട്രിപ്പിൾ ബോണ്ടും സ്വന്തമായിട്ട് ഉണ്ടാക്കാം. അതുപോലെ മറ്റ് എലമെന്റ്സുമായിട്ട് അവർക്ക് എന്താണ് ഡബിൾ ബോണ്ടും ട്രിപ്പിൾ ബോണ്ടും ഫോം ചെയ്യാനുള്ള കഴിവുമുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് ഈ ഫസ്റ്റ് എലമെന്റ്സിനെ, ഒരു ഗ്രൂപ്പിലെ ഫസ്റ്റ് എലമെന്റ്സിനെ ആ സെയിം ഗ്രൂപ്പിലുള്ള മറ്റ് എലമെന്റ്സുമായിട്ട് വേർതിരിക്കുന്ന വ്യത്യസ്തതകൾ. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ ഇവിടെ ഉണ്ടല്ലോ. എന്താണ് ഇവിടെ ഒരു കോമ്പൗണ്ട് വന്നിട്ടുണ്ട്, AlClH2O5 2+ ആണ്. ഓക്കെ, അപ്പൊ ഇതില് അലൂമിനിയത്തിന്റെ ഓക്സീകരണ അവസ്ഥയും സംയോജകതയും ഒന്നു തന്നെയാണോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ അലൂമിനിയത്തിന്റെ ഓക്സീകരണ അവസ്ഥയും സംയോജകതയും ഒന്ന് തന്നെയാണോ? ഉത്തരം നോക്കാം, അല്ല. ഈ സംയുക്തത്തിൽ അലൂമിനിയത്തിന്റെ ഓക്സീകരണ അവസ്ഥ എന്താണ്? +3 എന്ന് പറയുന്ന അവസ്ഥയാണ്. ആൻഡ് കൊവാലൻസി എന്ന് പറയുന്നത് എത്രയാണ്? 6 ആണ്. കൊവാലൻസിക്ക് മനസ്സിലാക്കാം. അലൂമിനിയത്തിന് കൂടെ എത്ര എലമെന്റ്സ് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്? 5 H2O ആഡ് ചെയ്തിട്ടുണ്ട്, ഒരു ക്ലോറിനും ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പം 6, 5+1 6 ആണ് അതിന്റെ കൊവാലൻസി എന്ന് പറയുന്നത്. അതിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത് എന്താണ്? +3 ആണ് സ്റ്റേറ്റ്. ഓക്കെ, സോ ആവർത്തന പ്രവണതകളും രാസക്രിയാശീലവും, പീരിയോഡിക് ട്രെൻഡ്സ് ആൻഡ് കെമിക്കൽ റിയാക്ടിവിറ്റി. അറ്റോമിക ആരം, അത് കെമിക്കൽ റിയാക്ടിവിറ്റിയെ കുറിച്ച് നമ്മൾ തുടക്കത്തിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. റിയാക്ഷൻ, അതായത് ലെഫ്റ്റ് സൈഡിലുള്ള എലമെന്റ്സ് എന്നൊക്കെ പറയുന്നത് ഹൈലി റിയാക്റ്റീവ് ആണ്, അതുകൊണ്ട് അവർ പ്യുവർ ഫോമിൽ ഇല്ല അല്ലെ. ആൽക്കിലി മെറ്റൽസ്, ആൽക്കലൈൻ എർത്ത് മെറ്റൽസിന്റെ ഒക്കെ കാര്യം നമ്മൾ പറഞ്ഞിരുന്നു. അപ്പൊ നോക്കാം, അറ്റോമിക ആരം, അയണിക ആരം, അയനീകരണ എൻതാൽപ്പി, ഇലക്ട്രോൺ ആർജിത എൻതാൽപ്പി, സംയോജകത എന്നിവ പോലെയുള്ള അടിസ്ഥാന ഗുണങ്ങളുടെ ക്രമാവർത്തനങ്ങൾ നാം കണ്ടു കഴിഞ്ഞു. ആവർത്തന ഫലങ്ങൾ ഇലക്ട്രോൺ വിന്യാസവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ഇപ്പോൾ നമുക്ക് അറിയാം. അതായത് ഭൗതികവും രാസപരവുമായ എല്ലാ ഗുണങ്ങളും മൂലകങ്ങളുടെ ഇലക്ട്രോൺ വിന്യാസത്തിന്റെ പ്രകടനങ്ങളാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് മൂലകങ്ങളുടെ ഈ അടിസ്ഥാന ഗുണങ്ങൾക്ക് അവയുടെ രാസക്രിയാശീലവുമായുള്ള ബന്ധത്തെക്കുറിച്ച് പഠിക്കാം. അപ്പൊ ഇലക്ട്രോണിക് കോൺഫിഗറേഷനും നമ്മൾ പഠിച്ച ഫിസിക്കൽ പ്രോപ്പർട്ടീസും തമ്മിൽ നല്ല ഹൈലി റിലേറ്റഡ് ആണെന്നാണ് പറയുന്നത്. സോ അപ്പൊ ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ നമുക്ക് ഇവരുടെ കെമിക്കൽ പ്രോപ്പർട്ടീസ് ഇതിന്റെ ട്രെൻഡ് എന്താണ്, അല്ലെങ്കിൽ കെമിക്കൽ പ്രോപ്പർട്ടീസും ഇതുമായിട്ടുള്ള റിലേഷൻഷിപ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. കെമിക്കൽ പ്രോപ്പർട്ടീസ് മാത്രമല്ല, എന്നാൽ കെമിക്കൽ റിയാക്ടിവിറ്റിയാണ്, രാസക്രിയാശീലം. ദാറ്റ് മീൻസ് കെമിക്കൽ ഇന്നലെ ഞാൻ പറഞ്ഞിരുന്നു, ക്രിയാശീലം എന്ന് പറഞ്ഞാൽ റിയാക്ടിവിറ്റിയാണ്. രാസക്രിയ എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്, രാസക്രിയാശീലം എന്ന് പറയുമ്പോൾ കെമിക്കൽ റിയാക്ടിവിറ്റി എങ്ങനെയാണ് ചേഞ്ച് ചെയ്യുന്നതെന്ന്, അല്ലെങ്കിൽ അത് തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് നോക്കുന്നത്. ഓക്കെ, നമുക്കറിയാവുന്നതുപോലെ അറ്റോമിക ആരവും അയണിക ആരവും സാധാരണയായി ഒരു പീരീഡിൽ ഇടത്തു നിന്ന് വലത്തേക്ക് പോകുന്തോറും കുറയുന്നു അല്ലെ. സൈസ് ഡിക്രീസ് ചെയ്യുന്നു എന്നാണ് നമ്മൾ പറഞ്ഞത്. തൽഫലമായി സാധാരണയായി പീരീഡിൽ ഉടനീളം അയണീകരണ എൻതാൽപ്പി എന്ത് ചെയ്യുന്നു? കൂടുന്നു. അപ്പൊ അത് നമുക്കറിയാവുന്ന കാര്യമാണ്. ലെഫ്റ്റ് ടു റൈറ്റ് പോകുമ്പോൾ അയണിക് റേഡിയസ് എന്ത് ചെയ്യുന്നു? കുറയുന്നു. അയനൈസേഷൻ എൻതാൽപ്പി എന്ത് ചെയ്യുന്നു? കൂടുന്നു. അപ്പൊ ഇത് ഭാഗം 3.71 എയിൽ പ്രതിപാദിച്ചതുപോലെ ചില അപവാദങ്ങൾ ഉണ്ട്. സോ ഇലക്ട്രോൺ ആർജിത എൻതാൽപ്പി കൂടുതൽ നെഗറ്റീവ് ആകുകയും ചെയ്യുന്നു. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ഒരു പീരീഡിലെ ഇടത്തെ അറ്റം സ്ഥിതി ചെയ്യുന്ന മൂലകത്തിന്റെ അയനീകരണ എൻതാൽപ്പി ഏറ്റവും കുറവും വലത്തെ അറ്റത്തുള്ള മൂലകത്തിന്റെ അയനീകരണ എൻതാൽപ്പി എന്താണ്? ഇലക്ട്രോൺ ആർജിത എൻതാൽപ്പി ഏറ്റവും ഉയർന്ന നെഗറ്റീവും ആയിരിക്കും അല്ലെ. നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഒരു പീരീഡിൽ ലെഫ്റ്റ് ടു റൈറ്റ് പോകുമ്പോൾ ഉണ്ടാകുന്ന പ്രോപ്പർട്ടീസിന്റെ കാര്യമാണ് പറയുന്നത്. ലെഫ്റ്റ് ഉള്ള മൂലകത്തിന്റെ അയനീകരണ എൻതാൽപ്പി ഏറ്റവും കുറവായിരിക്കും. അതുപോലെ തന്നെ വലത്തെ അറ്റത്തുള്ള മൂലകത്തിന്റെ ഇലക്ട്രോൺ ആർജിത എൻതാൽപ്പി എന്താണ്? ഏറ്റവും ഉയർന്ന നെഗറ്റീവ് വാല്യൂ ആയിരിക്കും. സോ ഇത് പീരീഡുകളിലെ രണ്ട് അറ്റങ്ങളാണ്. രണ്ട് അറ്റങ്ങളിലെയും ഉയർന്ന ക്രിയാശീലതയ്ക്കും മധ്യഭാഗത്തെ കുറഞ്ഞ ക്രിയാശീലതയ്ക്കും കാരണമാകുന്നു. അപ്പോൾ പീരിയോഡിക് ടേബിൾ എടുത്താൽ ലെഫ്റ്റ് എൻഡിലും റൈറ്റ് എൻഡിലും, അതായത് രണ്ട് എക്സ്ട്രീം എൻഡിലുകളിലും എന്താണ് റിയാക്ടിവിറ്റി എന്ന് പറയുന്നത്, കെമിക്കൽ റിയാക്ടിവിറ്റി എന്ന് പറയുന്നത് ഉയർന്നിരിക്കുന്ന വാല്യൂ ആണ്. പക്ഷെ മധ്യഭാഗത്ത് എന്താണ്? റിയാക്ടിവിറ്റി കുറഞ്ഞ വാല്യൂ ആണ്. ഓക്കെ, അങ്ങനെ പീരീഡിൽ ഏറ്റവും ഇടത്തെ അറ്റത്തുള്ള മൂലകങ്ങളുടെ ഉയർന്ന ക്രിയാശീലത ഇലക്ട്രോൺ നഷ്ടപ്പെട്ട് കാറ്റയോണുകൾ ഉണ്ടാക്കാനുള്ള കഴിവ് കൊണ്ടും വലത്തെ അറ്റത്തുള്ളവയുടേത് ഇലക്ട്രോണുകളെ സ്വീകരിച്ചുകൊണ്ട് ആനിയോണുകൾ ഉണ്ടാക്കാനുള്ള കഴിവ് കൊണ്ടുള്ളതുമാണ്. ഈ ഗുണത്തെ നിങ്ങൾ പഠിക്കാൻ പോകുന്ന നിരോക്സീകരണ ഓക്സീകരണ സ്വഭാവങ്ങളുമായി ബന്ധപ്പെടുത്താവുന്നതാണ് അല്ലെ. ഓക്സിഡേഷൻ ആൻഡ് റിഡക്ഷൻ ഒക്കെ ആയിട്ട് നമുക്കിതിനെ റിലേറ്റ് ചെയ്യാന്നാണ് പറയുന്നത്. അതും നമ്മൾ ഒരു ചാപ്റ്റർ ആയിട്ട് പഠിക്കാനുള്ള കാര്യമാണ്.
എന്നിരുന്നാലും ഇവിടെ അതിനെ മൂലകങ്ങളുടെ ലോഹ സവിശേഷതകളുമായി നേരിട്ട് ബന്ധപ്പെടുത്താവുന്നതാണ്. അങ്ങനെ ഒരു മൂലകത്തിന്റെ ലോഹീയ സ്വഭാവം ഏറ്റവും കൂടുതലുള്ളത് ഇടത്തെ അറ്റത്താണ്. വലത്തോട്ട് പോകുന്തോറും അത് കുറയുകയും അലോഹ സ്വഭാവം കൂടുകയും ചെയ്യുന്നു. ഓക്സിജനുമായും ഹാലജനുമായും ഒരു മൂലകത്തിന് രാസപ്രവർത്തനങ്ങൾ വഴിയാണ് അതിന്റെ രാസക്രിയാശീലത ഏറ്റവും വ്യക്തമായി കാണിച്ചു തരാൻ കഴിയുന്നത്. പക്ഷേ ഇവിടെ മൂലകങ്ങൾക്ക് ഓക്സിജനുമായുള്ള പ്രവർത്തനങ്ങൾ മാത്രമാണ് പരിഗണിച്ചിരിക്കുന്നത്. സോ ഒരു പിരീഡിൽ രണ്ടറ്റത്തുമുള്ള മൂലകങ്ങൾ ഓക്സിജനുമായി വളരെ വേഗം പ്രവർത്തിച്ച് ഓക്സൈഡുകൾ ഉണ്ടാക്കുന്നു. പിരീഡിൽ ഏറ്റവും ഇടത്തെ അറ്റത്തെ മൂലകം ഉണ്ടാക്കുന്ന സാധാരണ ഓക്സൈഡുകൾ ഏറ്റവും ഉയർന്ന ക്ഷാര സ്വഭാവമുള്ളതും, ഉദാഹരണം Na2O. എന്നാൽ ഏറ്റവും വലത്തെ അറ്റത്തെ മൂലകം ഓക്സൈഡ് ഉയർന്ന അമ്ല സ്വഭാവമുള്ളതും ആയിരിക്കും. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. റിയാക്ടിവിറ്റിയുടെ കാര്യമാണ് നമ്മൾ പറയുന്നത്. ലെഫ്റ്റ് എൻഡിലുള്ള ആൾക്കാർ അവർക്ക് റിയാക്ടിവിറ്റി വളരെ കുറവാണ്. റൈറ്റ് എൻഡിലുള്ള ആൾക്കാർക്ക് ലെഫ്റ്റിൽ നിന്ന് റൈറ്റോട്ട് പോകുന്നതും റിയാക്ടിവിറ്റി കൂടുന്നു എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ അത് മെറ്റാലിക് നേച്ചറും നോൺ മെറ്റാലിക് നേച്ചറിന്റെ ടേമിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് തുടങ്ങുവാണ്. അപ്പൊ എന്താ പറയുന്നത്, വലത്തോട്ട് പോകുന്തോറും ഒരു മൂലകത്തിന്റെ ലോഹീയ സ്വഭാവം ഏറ്റവും കൂടുതലുള്ളത് ഇടത്തെ അറ്റത്താണ്. നമ്മൾ പറഞ്ഞു മെറ്റാലിക് നേച്ചറാണ് ലെഫ്റ്റ് എൻഡിൽ. നമ്മൾ റൈറ്റ് എൻഡിലോട്ട് പോകുമ്പോഴത്തേക്കും നോൺ മെറ്റാലിക് നേച്ചർ അല്ലെങ്കിൽ കൂടുന്നു, അല്ലെങ്കിൽ മെറ്റാലിക് നേച്ചർ എന്ത് ചെയ്യുന്നു, കുറയുന്നു എന്ന് പറഞ്ഞു. സോ ഓക്സിജനുമായി ഹാലജനും, അപ്പം നമ്മൾ ഈ റിയാക്ടിവിറ്റി കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു എലമെന്റ് ഓക്സിജനുമായിട്ടും അതുപോലെ തന്നെ നമ്മുടെ ഹൈഡ്രജനുമായിട്ടും എങ്ങനെയാണ് റിയാക്ട് ചെയ്യുക, ഇത് ടേംസിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, എങ്ങനെയാണ് ഒരു എലമെന്റിന്റെ റിയാക്ടിവിറ്റി നമ്മൾ കൂടുതലും പറയുന്നത്. പക്ഷെ ഇവിടെ ഓക്സിജൻ ആൻഡ് ഹാലജൻസ് ആണ്. പക്ഷെ ഇവിടെ നമുക്ക് ഓക്സിജനുമായിട്ടുള്ള റിയാക്ഷൻ മാത്രം കൺസിഡർ ചെയ്യാം. ഓക്കെ. സോ ഒരു പിരീഡിലെ രണ്ടറ്റത്തുമുള്ള മൂലകങ്ങൾ ഓക്സിജനുമായി വളരെ വേഗം പ്രവർത്തിച്ച ഓക്സൈഡുകൾ ഉണ്ടാക്കുന്നു. പിരീഡിൽ ഏറ്റവും ഇടത്തെ അറ്റത്തെ മൂലകം ഉണ്ടാക്കുന്ന സാധാരണ ഓക്സൈഡുകൾ ഏറ്റവും ഉയർന്ന ക്ഷാര സ്വഭാവമുള്ളതും. അപ്പൊ എന്താ പറയുന്നത്, പിരീഡിന്റെ ഇടത്തെ അറ്റത്തുള്ള മൂലകങ്ങൾ, ഇടത്തെ അറ്റത്ത് ആരാണ്, മെറ്റൽസ് ആണ്. അപ്പൊ മെറ്റൽസ് ഉണ്ടാക്കുന്ന മൂലകങ്ങൾ എന്ന് ഓക്സിജനുമായിട്ട് ഫോം ചെയ്യുന്ന ഓക്സൈഡ്സ് എന്ന് പറയുന്നത് ബേസിക് നേച്ചർ ആണ്, ക്ഷാര സ്വഭാവമുള്ളവരാണ്, ബേസിക് നേച്ചർ ആണ്. എന്നാൽ ഏറ്റവും വലത്തെ അറ്റത്തുള്ള മൂലകം ഓക്സൈഡ് ഉയർന്ന അമ്ല സ്വഭാവം, അതായത് അസിഡിക് നേച്ചറിലുള്ള ആൾക്കാരാണ്. അപ്പൊ എന്തു പറയാം, മെറ്റൽസ് ഫോം ചെയ്യുന്ന ഓക്സൈഡ്സ് ബേസിക് ഇൻ നേച്ചർ ആണ്, നോൺ മെറ്റൽസ് ഫോം ചെയ്യുന്ന ഓക്സൈഡ്സ് അസിഡിക് ഇൻ നേച്ചർ ആണ്. ഓക്കെ, അതിന്റെ ഉദാഹരണങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ മധ്യഭാഗത്തുള്ള മൂലകങ്ങളുടെ ഓക്സൈഡുകൾ നിർവീര്യമോ അല്ലെങ്കിൽ ദ്വൈത സ്വഭാവമുള്ളതോ ആയിരിക്കും. ദ്വൈത സ്വഭാവം എന്ന് പറഞ്ഞാൽ ആംഫോട്ടറിക് അല്ലെ, ആസിഡ് ആയിട്ടും ബേസ് ആയിട്ടും ആക്ട് ചെയ്യുന്ന ആൾക്കാരാണ് ആംഫോട്ടറിക്. അതും വളരെ ഇമ്പോർട്ടന്റ് ആണ്. Al2O3 As2O3 ആംഫോട്ടറിക് ആയിട്ടുള്ള ആൾക്കാർ. അതുപോലെ തന്നെ ന്യൂട്രൽ ആയിട്ടുള്ള ആൾക്കാരും ഉണ്ട്. കാർബൺ മോണോക്സൈഡ്, N2O അവരൊക്കെ ന്യൂട്രൽ ആയിട്ടുള്ള ഓക്സൈഡുകളാണ്. ഓക്കെ, അപ്പൊ ലെഫ്റ്റ് എൻഡിലുള്ള ആൾക്കാർ മെറ്റൽസ് ആണ്, അവർ ബേസിക് ഇൻ നേച്ചർ ആയിട്ടുള്ള ഓക്സൈഡ്സ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. റൈറ്റ് എൻഡിലുള്ളവർ നോൺ മെറ്റൽസ് ആണ്, അവർ അസിഡിക് ഓക്സൈഡ്സ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇത് രണ്ടിലെ ഇടയിൽപ്പെട്ട ആൾക്കാർ ന്യൂട്രലോ ആംഫോട്ടറിക് ആയിട്ടുള്ള ഓക്സൈഡ്സോ ആയിരിക്കും പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ ദ്വൈത സ്വഭാവമുള്ള ഓക്സൈഡുകൾ ഒരു ക്ഷാരത്തിന്റെ സാന്നിധ്യത്തിൽ അമ്ലത്തെ പോലെയും ഒരു അമ്ലത്തിന്റെ സാന്നിധ്യത്തിൽ ക്ഷാരത്തെ പോലെയും എന്ത് ചെയ്യുന്നു, ആക്ട് ചെയ്യുന്നു. അതായത് ആംഫോട്ടറിക് ഓക്സൈഡ്സ് will behave as acidic with bases and they will behave as basic with acids. ഒരു ആസിഡിന്റെ പ്രസൻസിൽ അവർ ബേസിനെ പോലെയും ഒരു ബേസിന്റെ പ്രസൻസിൽ അവർ ആസിഡിനെ പോലെയും ആണ് എന്ത് ചെയ്യുന്നത്, റിയാക്ട് ചെയ്യുന്നത്. ഓക്കെ, എന്നാൽ നിർവീര്യ ഓക്സൈഡുകൾക്ക് ക്ഷാരഗുണമോ അമ്ലഗുണമോ ഇല്ല അല്ലെ. ന്യൂട്രൽ ആയിട്ടുള്ള ആൾക്കാർക്ക് ആസിഡിക് നേച്ചറും ഇല്ല, ബേസിക് നേച്ചറും ഇല്ല. ഓക്കെ, അതാണ് നമ്മൾ ഓക്സൈഡ്സിന്റെ കാര്യം പറയുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കും. നമ്മൾ ഒന്നുമില്ല പറഞ്ഞത്, നമ്മൾ റിയാക്ടിവിറ്റിയെ കുറിച്ച് പറഞ്ഞു, അതിനുശേഷം ഓക്സൈഡ്സ് ഫോം ചെയ്യുന്ന കാര്യവും പറഞ്ഞു. ഓക്കെ, സംക്രമണ മൂലകങ്ങൾക്കിടയിൽ ഒരു പിരീഡിലെ അറ്റോമിക ആരത്തിലുള്ള വ്യത്യാസം പ്രാതിനിധ്യ മൂലകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ വളരെ ചെറുതാണ്. അന്തസംക്രമണ മൂലകങ്ങൾക്കിടയിൽ ഈ വ്യത്യാസം പിന്നെയും കുറവാണ്. എസ് ബ്ലോക്കിന്റെയും പി ബ്ലോക്കിന്റെയും അയനീകരണ എൻതാൽപ്പി മൂല്യങ്ങളുടെ ഇടയിലുള്ള അയനീകരണ എൻതാൽപ്പി മൂല്യമാണ് സംക്രമണ മൂലകങ്ങൾക്ക് ഉള്ളത് അല്ലെ. എന്താ പറയുന്നത് ഇവിടെ, എസ് ബ്ലോക്ക് പി ബ്ലോക്ക് എലമെന്റ്സുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും അയനൈസേഷൻ എൻതാൽപ്പി ഓഫ് നമ്മുടെ ഇന്നർ ട്രാൻസിഷൻ എലമെന്റ്സ് എന്ന് പറയുന്നത് വിൽ ബി ഇൻ ബിറ്റ്വീൻ ദാറ്റ് ഓഫ് എസ് ആൻഡ് പി ബ്ലോക്ക്. പി ബ്ലോക്കിന്റെ എസ് ബ്ലോക്കിന്റെ ഇടയിലായിട്ടായിരിക്കും ഇന്നർ ട്രാൻസിഷൻ മെറ്റൽസിന്റെ അയനൈസേഷൻ എൻതാൽപ്പീസ് വരുന്നത്. ഓക്കെ, ദെൻ
തൽഫലമായി അവ ഒന്നാം ഗ്രൂപ്പിനെയും രണ്ടാം ഗ്രൂപ്പിനെയും അപേക്ഷിച്ച് കുറഞ്ഞ ഇലക്ട്രോൺ ഘനതയുള്ള മൂലകങ്ങളാണ്. അപ്പോൾ അവരെന്താണ്, ദേ ആർ ലെസ് ഇലക്ട്രോപോസിറ്റീവ് ദാൻ ഗ്രൂപ്പ് 1 ഓർ ഗ്രൂപ്പ് 2 മെറ്റൽസ് എന്നാണ് പറയുന്നത്. സോ പ്രധാന ഗ്രൂപ്പ് മൂലകങ്ങളിൽ ഒരു ഗ്രൂപ്പിൽ അറ്റോമിക സംഖ്യ കൂടുന്നതിനനുസരിച്ച് അറ്റോമിക ആരവും അയണിക ആരവും കൂടുന്നു. ഇത് അയണിക എൻതാൽപ്പിയിൽ ചെറിയ തോതിലുള്ള ഒരു കുറവും ഇലക്ട്രോൺ ആർജിത എൻതാൽപ്പിയിൽ ഒരു ക്രമമായ കുറവും സൃഷ്ടിക്കുന്നു. ഈ ഭാഗത്തിൽ സൂചിപ്പിച്ചതുപോലെ മൂന്നാം പീരീഡ് മൂലകങ്ങൾക്ക് ചില വ്യതിയാനങ്ങളുണ്ട് അല്ലെ, ഇത് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യമാണ്. അടുത്തത്, അപ്രകാരം ഒരു ഗ്രൂപ്പിൽ താഴേക്ക് വരുംതോറും ലോഹ സ്വഭാവം കൂടുകയും അലോഹ സ്വഭാവം കുറയുകയും ചെയ്യുന്നു. ഈ പ്രവണതയെ അവയുടെ ഓക്സീകരണ നിരോക്സീകരണ സ്വഭാവങ്ങളുമായി ബന്ധപ്പെടുത്താവുന്നതാണ്. അതിനെക്കുറിച്ച് നിങ്ങൾ പിന്നീട് പഠിക്കും. സോ അങ്ങനെയാണെങ്കിലും സംക്രമണ മൂലകങ്ങളിൽ വിപരീതമായ ഒരു പ്രവണതയാണ് കാണുന്നത്. ഇതിനെ അറ്റോമിക വലുപ്പത്തിന്റെയും അയനീകരണ എൻതാൽപ്പിയുടെയും അടിസ്ഥാനത്തിൽ വിശദീകരിക്കാനായിട്ട് കഴിയും. എന്താണ് ജനറൽ ബേസിക് ട്രെൻഡിന്റെ കാര്യം പറയുന്നു. നമ്മുടെ ട്രാൻസിഷൻ എലമെന്റ്സിൽ ഒരു റിവേഴ്സ് ട്രെൻഡ് ആണ് ഇവർ കാണിക്കുന്നത്. അയനൈസേഷൻ എൻതാൽപ്പിയുടെ ടേംസിൽ നമുക്ക് അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാമെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും ബേസിക് ആയിട്ടുള്ള ട്രെൻഡ് കാര്യങ്ങൾ, അതായത് അയനൈസേഷൻ എൻതാൽപ്പി, നമ്മുടെ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി, ആറ്റോമിക് റേഡിയസ്, റിയാക്ടിവിറ്റി, മെറ്റാലിക് ആൻഡ് നോൺ മെറ്റാലിക് ക്യാരക്ടേഴ്സ്, ഓക്കെ, ഇതൊക്കെ എങ്ങനെയാണ് ഗ്രൂപ്പിലും ഒരു പീരീഡിലും വേരി ചെയ്യുന്നത്, അതിൻ്റെ അനോമലസ് ആയിട്ടുള്ള ചില കാര്യങ്ങൾ, അനോമലസ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ടല്ലോ, അത് നോക്കി വെക്കുക. ഓക്കെ, അതാണ് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയാനായിട്ടുള്ളത്. ഓക്കെ, അപ്പം നിങ്ങൾ ചാപ്റ്റർ വായിച്ചു നോക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. ഓക്കെ, സോ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.